തൃക്കാക്കരയിൽ ചിത്രം മാറുമെന്നാണോ പറഞ്ഞു വെക്കുന്നത്? നോക്കിക്കോളൂ, മെയ് 4-ാം തീയതി നോക്കിക്കോളൂ. എന്തായിരുന്നു ബിഗ് ബോസിന്റെ തുടക്കം? ഇപ്പോൾ ലാലേട്ടനെ മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങളുണ്ട്. ഈ മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിരുന്നുണ്ടെങ്കിൽ അല്ലേ എത്ര ഇതുണ്ട്. നിലകൊള്ളുമ്പോൾ തന്നെയായിരുന്നു മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു വർഗീയ പാർട്ടിയാണ്. അല്ലാതെ പെട്ടെന്നൊരു 20 ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ 3 വർഷം ഞാൻ ഏറ്റവും കൂടുതൽ വിളികേട്ട സംഗീതം. രാജ്യസേവനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു RSSകാരൻ്റെ ദേശസ്നേഹമാണ് എന്നിലെ സംഖ്യ എന്നുണ്ടെങ്കിൽ ഞാൻ സംഖ്യയാണ്. ശരിക്കും ഒരു ജനങ്ങളെ സേവിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനമായി നിന്ന് പലപ്പോഴും ഈ ജനപ്രതിനിധിയായിട്ട് മാറുന്നൊരു മാറ്റമുണ്ട്. ശരിക്കും ഒരു ജനപ്രതിനിധി ആവേണ്ടതുണ്ടോ? അല്ല, അങ്ങനെ രോഹൻ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ കേരള നിയമസഭയിൽ സംസാരിക്കുന്ന കാര്യം മൊബൈലിലൂടെ ഒന്ന് പറഞ്ഞു നോക്കും, മാറ്റം ഉണ്ടാവില്ല. ആദ്യമായിട്ട് സമീപിച്ചത് സബൻ ജേക്കബാണെന്ന് പറഞ്ഞു 20യുടെ ഭാഗമായിട്ട്. അല്ല, എന്നെ കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ എന്നോട് MLA ആയിട്ട് മത്സരിക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നോട് ഫോണിൽ തന്നെ പറഞ്ഞതാണ്, മെയിൻ സ്ട്രീമിൽ തവണ അഖിലുണ്ടാവണം. കോൺഗ്രസിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ നടക്കത്തില്ല. VD സതീശൻ വിചാരിച്ചാൽ നടക്കത്തില്ല. ആര് വിചാരിക്കണം? ജമാഅത്ത് ഇസ്ലാമി വിചാരിക്കണം, ലീഗ് വിചാരിക്കണം, സുഡാപ്പികൾ വിചാരിക്കണം, എന്ന് പറഞ്ഞാൽ SDP വിചാരിക്കണം. ഇത് ആരാണ് ഇവിടെ വർഗീയത പറയാത്തത്? ആരാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയത പറയല്ലേ, മറ്റേ കോൺഗ്രസ് വർഗീയത പ്രവർത്തിക്കുകയല്ലേ. കോൺഗ്രസ് മതേതര പാർട്ടിയാണ്, എന്നിട്ട് നീ ആരെയാണ് കൂടെ കൂട്ടിയത്? ഞാൻ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ SDP. CPM എന്താ ചെയ്തത്? CPMന് SDP-യുടെ പിന്തുണ വേണം. ഇവിടെ മഹാരാജാസിലെ അഭിമന്യുവിൻ്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കത്തില്ല. ശിവൻകുട്ടി അവിടെ SDP-യുടെ പിന്തുണ വേണം, നേമത്തെ SDP-യുടെ പിന്തുണ വേണമെന്ന് പറയുമ്പോൾ എവിടെയാണ് പിഷാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇത്രയും ഒരു അസ്വസ്ഥത സംഭവിച്ചത്? എവിടെ? രമേശ് പിഷാരടി പറഞ്ഞൊരു പൊളിറ്റിക്കൽ അഭിപ്രായം പറ. വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയതിന് ശേഷം എന്തിനേറെ പറയുന്നു? ഇപ്പം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ വീണ്ടും പീഡന കേസുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായി. അപ്പോഴും ചോദിച്ചപ്പോൾ എന്താ അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാൽ ബലാത്സംഗം വ്യക്തിപരമാണ്. അതെന്തോ എനിക്ക് അതിൻ്റെ ആ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതിനാണ് മഹിളാ മോർച്ച സ്ത്രീകൾ തടഞ്ഞത്. അവനവൻ്റെ ലൈംഗിക അവയവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന, ചിലപ്പം KSRTC ബസ്സിൽ കാണിച്ച ഒരു സവാദ് എന്ന് പറയുന്ന ഒരുത്തനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് അകത്തുകൊണ്ടുപോയി. ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുള്ളവരുടെ ഇതേ മനോനിലയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവരുടെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കണമെന്നാണ്. അതിൻ്റെ പേരിലെങ്കിലും സമാധാനമായിട്ട് പോയി എന്ന് കാണിക്കാലും ആരെങ്കിലും ചോദിച്ചാൽ അത് ബെറ്റി തോറ്റതുകൊണ്ടാ ചേട്ടാ എന്ന് പറഞ്ഞാൽ മതി. BJP വർഗീയ പാർട്ടി എന്ന് വിളിച്ചിട്ട് BJP ചെയ്യുന്നതെല്ലാം മതേതരത്വം. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത്തരത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് തുടങ്ങി തൃപ്പൂണിത്തുറയും കഴിഞ്ഞ് ഇപ്പോൾ തൃക്കാക്കരയിൽ എത്തി നിൽക്കുന്നൊരു പേരുണ്ട്. ആ പേരുകൊണ്ട് മാത്രമല്ല, ഈ അപ്രതീക്ഷിതം ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടി കൊണ്ടുകൂടിയാണ്. ശ്രീ അഖിൽ മാരാർ, നമസ്കാരം. 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 ഈ കൊട്ടാരക്കര തൊട്ട് കേട്ടു തുടങ്ങിയ പേരാണ്. തൃപ്പൂണിത്തുറയിലും പ്രതീക്ഷിച്ചു, അവസാനം തൃക്കാക്കരയിലെത്തി. പക്ഷേ ലളിത ചേച്ചി സൺഡേ ഹോളിഡേയിൽ പറഞ്ഞ പോലെ ഉള്ളുകൊണ്ട് അറിഞ്ഞ എല്ലാവരും പാവങ്ങളാണെന്ന് പറഞ്ഞ പോലെ വിമർശിച്ചവരോടൊപ്പം ആണ് ഇപ്പോൾ നിലകൊള്ളുന്നത്, ഒപ്പം നിൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഉള്ളുകൊണ്ട് പാവങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ അതോ എങ്ങനെയാണ് ഈ മാറ്റം? ഞാൻ ആരെയും വിമർശിക്കാത്തത്? ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിമർശിച്ചു. അത് ഓരോരുത്തർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് സ്വീകരിച്ചു എന്നുള്ളതാണ് കാര്യം. നമ്മളുടെ ഈ രാജ്യത്ത് ഒരു സ്വതന്ത്ര പൗരനായി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാവരെയും ഒരേപോലെ വിമർശിക്കാൻ പറ്റൂ. ഞാനൊരു സ്വതന്ത്ര പൗരനായിരുന്നു കഴിഞ്ഞ 8 വർഷം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ ആയിരുന്നില്ല ഞാൻ. പിന്നെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ കൂടുതൽ വിമർശിച്ചു എന്നുള്ളതുകൊണ്ടും അല്ലെങ്കിൽ സർക്കാരിനെ കൂടുതൽ അറ്റാക്ക് ചെയ്ത് സംസാരിച്ച ഒരാളെന്ന നിലയിലും അതിൻ്റെ ഗുണങ്ങൾ നേടാൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ നൽകിയ വേദികളിലായിരുന്നു എന്നെ കൂടുതൽ കണ്ടത്. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ഞാൻ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുമെന്നൊരു പ്രതീതി വരുന്നത്. അല്ലാണ്ട് ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞില്ലേ. സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈ പുതിയ പാളയത്തിൽ വന്നാൽ ഞാൻ സുരേഷ് ഗോപിയുടെ പാളയത്തിൽ തന്നെയാണ്. അല്ല, ശരിക്കും വർഗീയത ഒരു പ്രശ്നമല്ലേ? ഞാൻ 2020-ലാണ് മതേതര രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ 2020 സഖ്യകക്ഷിയാവുന്നത് ആരുടെയാണ്? BJP-യാണ്, NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ഒന്നാമത്തെ കാര്യം, പുതിയ തലമുറയിൽപ്പെട്ട 99% ആൾക്കാർക്കും എന്താണ് ഒരു മുന്നണി രാഷ്ട്രീയം എന്നതിനെക്കുറിച്ച് അറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മളൊരു സഖ്യകക്ഷിയാവുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾ നാളിതുവരെ കണ്ടിട്ടുണ്ടോ രോഹ? നമ്മൾ ഇപ്പം BJP-യുടെ ഒരു കാര്യം ചെയ്യാൻ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം. മുന്നണി രാഷ്ട്രീയം അതിനല്ല. രാഷ്ട്രീയം BJP-യിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ആരെങ്കിലും മർദ്ദിച്ചു എന്ന് വെച്ചോളൂ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ 2020 ആണെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, BJP-ക്ക് അഗെയിൻസ്റ്റ് ആണ് ഇപ്പോഴും?
ആശയങ്ങൾക്കുണ്ട്. അങ്ങനല്ല ഞാൻ പറഞ്ഞതിൻ്റെ അതിൻ്റെ ലോജിക്കൽ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ പഴയ എല്ലാ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്തു നോക്കൂ. അതിലെല്ലാം ഞാൻ പറഞ്ഞേക്കുന്നത് എന്താ, ചില വ്യക്തികൾ സൃഷ്ടിച്ചേക്കുന്ന ചില വിഭാഗീയതകളുണ്ട്, ചില വർഗീയതകളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ അന്ന് എതിർക്കുന്നത് പോലെ തന്നെ നാളെയും എതിർക്കാൻ പറ്റും. അതിനെന്താ പ്രശ്നം? പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അനുകൂലമാണെന്ന് എല്ലാ കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു വർഗീയ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യക്തമാകണം. അങ്ങനെയൊന്നും നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ല. 13 വർഷമായിട്ട് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് സ്വീകരിച്ച അല്ലെങ്കിൽ രാജ്യത്ത് ചെയ്ത വർഗീയ കാര്യങ്ങൾ എന്താണ് ഞാൻ ഇപ്പോഴും എതിർത്ത് പറയാം. പക്ഷേ മരാർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏതൊക്കെ പാർട്ടിയുടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, പക്ഷേ ഈ കാലയളവിനുള്ളിൽ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു BJP പാർട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ നിലകൊള്ളുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് കാരണമായിട്ട് മരാർ തന്നെ പറയുന്ന ഒരു കാര്യം, ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഒരു അതിനനുസരിച്ച് നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് വെച്ചാൽ ഇപ്പോഴും തൃക്കാക്കരയിലെ 2020 ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോഴും ഇതിന് വോട്ട് ചോദിക്കാൻ ഒപ്പം നിൽക്കുന്നത് BJP-കാർ തന്നെയാണ് അല്ലേ? അതിനെന്താ പ്രശ്നം? BJP രാജ്യത്ത് ചെയ്ത വർഗീയത നിങ്ങൾ പറയുമ്പോഴല്ലേ എനിക്ക് അതിനെ എതിർക്കാൻ പറ്റൂ. ഇല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ വർഗീയ പാർട്ടിക്ക് എതിരാണ് എന്ന് പറഞ്ഞ് അതേ വർഗീയ പാർട്ടിയുടെ തന്നെ പാർട്ടിക്ക് എതിരാണെങ്കിൽ വലിയ വർഗീയ ഇപ്പോൾ മതരാഷ്ട്രവാദം അതായത് വർഗീയ പാർട്ടിക്ക് എതിരായി നിൽക്കുന്നു, ആ വർഗീയ പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ പ്രശ്നമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രോഹം ആദ്യം മനസ്സിലാക്കൂ, NDA എന്ന് പറയുന്ന മുന്നണി വർഗീയ രാഷ്ട്രീയമല്ല മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഡെവലപ്മെൻറ്റ്സിൻ്റെ രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെച്ച 2020 BJP വിളിക്കുന്നത്. ഇപ്പോൾ സാബു ജേക്കബ് എത്രയോ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞേക്കുന്നു, ഞാൻ നാളിതുവരെ, അതായത് സാബു ജേക്കബ് എന്ന വ്യക്തി ഒരു മുന്നണിയോടും പറഞ്ഞിട്ടില്ല 2020 എടുക്കണമെന്ന്. അപ്പോൾ LDF-നും UDF-നെ സംബന്ധിച്ച് നമ്മൾ കിഴക്കമ്പലത്ത് ചെയ്തേക്കുന്ന വികസനങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം അവർ മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നത്തിലാണ്. അതായത് 2020 ആ നാടിന് ചെയ്ത നന്മ കണ്ട് പേടിച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചാൽ ജയിക്കത്തില്ല എന്ന് കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് SDP ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് 2020-ക്കെതിരെ മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ 2020-യെ ഭയപ്പെട്ടിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് BJP-യുമായി ചേരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ഭയമാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പം BJP-ക്ക് വർഗീയതയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നാളിതുവരെ ഒരു വർഗീയതയും പറയാത്ത നാടിന് അഭിമാനമായ ഒരു കിറ്റക്സ് പോലൊരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന ഡെവലപ്മെൻറ്റ്സ് ചെയ്ത് കാണിച്ചു കൊടുത്ത ക്രിസ്ത്യാനിയായ സാബു ജേക്കബിനെ എന്തിനാ കൂടെ കൂട്ടേണ്ട കാര്യം? വർഗീയത പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ കൂട്ടിയാൽ പോരെ. പക്ഷേ ഈ 2020 കൂടെ കൂട്ടിയപ്പോൾ മാത്രമല്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റം വരുന്നത്. ഇതിന് മുമ്പാണെങ്കിലും ഈ പറഞ്ഞ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും BJP ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ? BJP-യുടെ ഒപ്പം ഉണ്ടായിരുന്നു മുമ്പും. പക്ഷെ അപ്പോഴും ആ നിലകൊള്ളുമ്പോൾ തന്നെയായിരുന്നു മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു വർഗീയ പാർട്ടിയാണ്. അല്ലാതെ പെട്ടെന്നൊരു ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. വർഗീയത അവർ മുന്നോട്ട് വെക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദുത്വ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് അവർക്കുള്ളത്. BJP മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഡെവലപ്മെൻറ്റ്സിനെക്കാട്ടിയും കൂടുതലും പല സമയത്തും തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനത് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കണം. ഉത്തരേന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ BJP ഈ ദേശീയ ബോധം ഹിന്ദുത്വയും ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിൽ എന്താ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നത്? ഇപ്പം തിരുവനന്തപുരത്ത് നാടാർ സമുദായം ഭൂരിപക്ഷമുള്ള മേഖലയിൽ നാടാർ സമുദായത്തിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തും. മലബാർ മേഖലയിൽ മുസ്ലിം സമുദായത്തിലെ സ്ഥാനാർത്ഥിയെ നിർത്തും. ഓരോ പ്രദേശത്തും അതാത് ജാതി മത വിഭാഗങ്ങൾ ഭൂരിപക്ഷമാകുന്ന സ്ഥലത്ത് ആ സമുദായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിർത്തും. അത് മതേതരത്വമാണെങ്കിൽ ഉത്തരേന്ത്യയിൽ BJP കാണിക്കുന്നതിനകത്ത് എവിടെയാണ് വർഗീയത വരുന്നത്? ഇത് വർഗീയത എന്ന ചില നേതാക്കന്മാർ, പക്ഷേ അതേസമയം BJP-യിൽ ഇപ്പോൾ 1000 നേതാക്കന്മാർ അല്ലെ 10,000 നേതാക്കന്മാർ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിൽ അതിലെ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്കത് ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ BJP-യിൽ എനിക്ക് BJP-യിൽ ചേരണമെങ്കിൽ BJP ചേരാൻ ഒരു തടസ്സവുമില്ല എന്ന് എത്രയോ ഇൻ്റർവ്യൂകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം തന്നെ BJP-യിൽ ചേരാൻ ഒരു തടസ്സമില്ല എന്ന് പറയുന്ന ഒപ്പം തന്നെ ഞാൻ ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ പോലും BJP-യുടെ ഭാഗമാവില്ല എന്ന് കൂടിയായിരുന്നു സ്റ്റേറ്റ്മെന്റ്. എന്താ രോഹ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ BJP നേതാക്കന്മാർ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായിട്ട് എന്നെ നിർത്തിയാൽ BJP എന്നെ ബാക്കിൽ നിന്ന് പിന്തുണയ്ക്കാവുന്നു. BJP എന്നെ പിന്തുണയ്ക്കുന്നു എന്ന് കരുതി എൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിൽക്കുമ്പോഴും ഞാൻ അതേ സ്വതന്ത്ര വ്യക്തിത്വമുള്ള ആളാണ്. കാര്യം ഞാൻ 2020 എങ്കിൽ എന്തുകൊണ്ട് ഒരു 2020 പാർട്ടിയുടെ ഒരു അകമ്പടി ആവശ്യം എന്തിനായിരുന്നു? അല്ലെങ്കിൽ ഒരു NDA-യുടെ കക്ഷി മാത്രമായി നിൽക്കേണ്ട ആവശ്യം സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന എത്രയോ സ്ഥാനാർത്ഥികളുണ്ട്. വളരെ ലളിതമായിട്ട് പറയാം. രോഹൻ നാട്ടിലൊരു പ്രശ്നത്തിൽ പോയി രോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇടപെടുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീതി നിഷേധിക്കപ്പെടുന്നൊരു സ്ഥലത്താണ് രോഹൻ പോയി സംസാരിക്കുന്നത്. രോഹനോടൊരു മറുചോദ്യം വരും, നീ ആരാടാന്ന്. ഇതേ രോഹൻ ഏഷ്യാനെറ്റിൻ്റെ മൈക്കും പിടിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ആരും ചോദിക്കാൻ പോകുന്നില്ല. അപ്പം ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്വരം ഉയർത്തണമെങ്കിൽ, ശബ്ദം ഉണ്ടാവണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണം, ഇവിടെ ഒരു മെജോറിറ്റി വേണം എന്നൊരു ചിന്തയുണ്ടോ മലർക്ക്?
സാബു ജേക്കബ് എന്ന വ്യക്തി പോലും 14 വർഷങ്ങൾക്ക് ഇത്രയും നാൾ അദ്ദേഹം ഒറ്റയ്ക്കല്ലേ നിന്നത്. കൂട്ടമായിട്ട് സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവനെയും നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവനെയും കൂട്ടമായി ആക്രമിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്നൊരു സമൂഹം. ഇപ്പം ഇവിടെ ഇന്നലകളിൽ അഖിൽമാരാരെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞവൻ ഇന്ന് അഖിൽമാരാരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആദ്യം നിലപാട് മാറ്റിയത് അവനാണ്. എന്നെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ ഒരഭിപ്രായവും മാറ്റി പറയാതെ തന്നെ ഞാൻ നിലപാട് മാറ്റി എന്നങ്ങ് പറയുകയാണ് ഇവർ. ഞാൻ നിലപാട് അതായത് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ പ്രവൃത്തികൾ കൊണ്ട് കൂടി കാരണമായിട്ട് മാറുമല്ലോ തീർച്ചയായിട്ടും. ഞാൻ മുമ്പ് തന്നെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എല്ലാ സ്ത്രീകളും ഒരേപോലെയല്ല അല്ലെ. എന്റെ അമ്മയും എന്റെ ഭാര്യയും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നിന്ന് ഇവിടെ ജോലി അല്ലെ എനിക്ക് സ്നേഹിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കപ്പെടുന്നത് ഒരു പ്രവൃത്തി കൊണ്ട് കൂടിയായിരിക്കും. അപ്പൊ അത്തരത്തിൽ മാരാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാരാന്റെ പ്രവർത്തികൾ കൊണ്ടും ഇവൻ ഷോയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും നിലകൊണ്ടപ്പോഴും ഒക്കെ ആയിരിക്കും. ഒരാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആളുടെ നിലപാടുകളും ആൾ ഏത് ഭാഗമായിട്ട് നിൽക്കുന്നു രോഹൻ ഞാൻ മാറ്റിയ 5 നിലപാട് രാഷ്ട്രീയമായിട്ട്. നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഒരു മിനിറ്റ്, ജോസ് കെ മാണി ആരാണ്? കെ എം മാണി സാറ് ഒരു സമയത്ത് ഈ CPM-കാരും DYFI-കാരനും തെറിയും വിളിച്ച് ഈ ശിവൻകുട്ടി മുണ്ടും പൊക്കി കാണിച്ച് ബോധം കെട്ട് കിടന്ന സാഹചര്യം കേരള നിയമസഭയിലാണ് ഉണ്ടായത്. ബിഗ് ബോസ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പലരും പരിഹസിക്കുന്ന, ചിലർ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ എന്തും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഷോയിലല്ല സംഭവിച്ചത്. കേരള നിയമസഭയിലാണ് മുണ്ടും പൊക്കി അവിടെ ബോധം കെട്ട് കിടന്നത് ശിവൻകുട്ടി. എന്തായിരുന്നു കാര്യം? കെ എം മാണിക്കെതിരെ നടത്തിയ പ്രശ്നം. കെ എം മാണി കള്ളനാണ്, കോഴയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, പറയാൻ ഇനിയൊന്നുമില്ല. 500 രൂപ പിരിവെടുക്കണമെന്ന് ആഷിഖ് പറഞ്ഞു. ഇവന്മാരിപ്പോൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് പിടിക്കുന്നത്? ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് മാണി ഗ്രൂപ്പ് നിൽക്കുമ്പോൾ ഇനി പിണറായി ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലയിൽ ഏതെങ്കിലും ഒരാളെ പോയി അടിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ കയറി ആൾക്കാർ തിരിച്ചടിച്ചു, ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്സുകാരൻ അടിക്കാൻ പോകുമോ? അടിക്കാൻ പോകേണ്ട കാര്യം അവർക്കില്ല. കാരണം അതല്ല മുന്നണി രാഷ്ട്രീയം. മുന്നണി രാഷ്ട്രീയം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാരെ ഒരുമിച്ച് കൂടെ കൂട്ടുമ്പോൾ ആ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. ആ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആശയം NDA സംബന്ധിച്ച് ഡെവലപ്മെന്റ്സ് ആണ്. ആ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമാകാനാണ് സാബു ജേക്കബ് പോയത്. ആ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമാകാനാണ് അഖിൽമാരാർ ജോയിൻ ചെയ്തത്. അല്ലാതെ അഖിൽമാരാർക്ക് നിങ്ങൾ പറയുന്ന ഒരാശയ വ്യതിയാനം ഇവിടെ സംഭവിച്ചിട്ടില്ല, മാറ്റങ്ങളില്ല. പിന്നെ എനിക്ക് അതേ ആശയമാണെന്നുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞു. പ്രൊഫസർ രവിചന്ദ്രൻ മാഷിനെ വെച്ചിട്ട് ഞാൻ ആധ്യാത്മികത ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഈ വോട്ട് ചോദിക്കുന്നില്ലേ BJP-കാരുടെ ഒപ്പം നിൽക്കുന്നതിലും ഈ പ്രശ്നമില്ല. അവരുമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ 3 വർഷം ഞാൻ ഏറ്റവും കൂടുതൽ വിളി കേട്ട സംഗീതമാണ്. എൻ്റെ അടുത്ത് സത്യസന്ധമായി സംഗീ വിളിക്ക് പേടിയുണ്ടോ? എന്തിനാണ്? ഇല്ല, സംഗീതം പക്ഷേ മാരാർ തന്നെ പറയുന്നു, നിങ്ങൾ എത്ര തന്നെ പാടി പറഞ്ഞാലും എന്നെ സംഖ്യയാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞാൻ സംഖ്യയാവില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ രോഹനെ ഏത് വിളി വിളിക്കുന്നു എന്നതിലല്ല പ്രശ്നം. ഈ വിളിയിൽ നിങ്ങൾ എന്താണ് ഇൻറ്റൻഷൻ, എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുവനെ സംഖ്യയാക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവൻ വർഗീയതയുടെ ആളാണ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവനെ വിശ്വസിക്കരുത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJP വിരുദ്ധർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് 80% ആൾക്കാർ ഇപ്പുറത്ത് ഈ BJP വിരുദ്ധരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് പെടും. അപ്പം ഒരുവനെ സമൂഹം സ്വീകരിക്കാൻ തുടങ്ങിയാൽ അവനെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി സംഖ്യയാക്കി കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരന് ആരുടെ പിന്തുണ കിട്ടും? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിന്തുണ കിട്ടും, SDPക്കാരൻ്റെ പിന്തുണ കിട്ടും, പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ പിന്തുണ കിട്ടും, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടും. അങ്ങനെ ഒരേ സമയം തന്നെ രാഷ്ട്രീയമായിട്ട് ഇവനെ ഇല്ലാതാക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇങ്ങനെ ചിത്രീകരിക്കാനുള്ളത്. ഒരു RSSകാരൻ രാജ്യസേവനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു RSSകാരൻ്റെ ദേശസ്നേഹമാണ് എന്നിലെ സംഖ്യ എന്നുണ്ടെങ്കിൽ ഞാൻ സംഖ്യയാണ്. ഈ നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ ചോദ്യം ചെയ്യുന്ന ഒരുവൻ സംഖ്യയാണെങ്കിൽ ഞാൻ സംഖ്യയാണ്. ഈ രാജ്യത്ത് നടക്കുന്ന, ലോകത്ത് നടക്കുന്ന വിവിധ വിഷയങ്ങളെ സത്യസന്ധമായി അവതരിപ്പിക്കുമ്പോൾ പാലസ്തീന് വേണ്ടി മാത്രം കരഞ്ഞില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ സംഖ്യയാക്കപ്പെടുന്നെങ്കിൽ ഞാൻ സംഖ്യയാണ്. കാരണം ഞാൻ രോഹന്റെ ഇന്റർവ്യൂവിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, പോലെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും ഒരു സംഖ്യയ്ക്ക് 2 തരത്തിലുള്ള ഒരു നിർവചനം കൊടുക്കുന്നു. ശരിക്കും മുമ്പ് പറയുമ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ സംഖ്യയ്ക്ക് ഒറ്റ അർത്ഥ തലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഡെഫിനിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നിങ്ങൾ എൻ്റെ ഇന്റർവ്യൂകളെല്ലാം കൃത്യമായിട്ടൊന്ന് കേട്ടാൽ അടർത്തിയെടുക്കുന്ന 10 സെക്കൻഡുകൾ എന്ന് പറയുന്നത് വസ്ത്രം മാറാൻ നിൽക്കുമ്പോൾ അണ്ടർവെയർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഇവൻ ഇങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന് പറയുന്നത് പോലെയുള്ളൂ. അവനിടുന്ന ബാക്കി ഡ്രസ്സ് നീ കാണാൻ ശ്രമിക്കുന്നില്ല. അവൻ അണ്ടർവെയർ ഇട്ടത് മാത്രം കണ്ടിട്ട് അണ്ടർവെയർ ഇട്ടുകൊണ്ടാണ് ഇവൻ പുറത്തു പോകുന്നത്. പരാമർശത്തിലെ മൊത്തം ഇതിലും ആരാർ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെ തന്നെയാണ്. എത്ര തന്നെ പറഞ്ഞാലും എന്നെ സംഖ്യയാക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ അതായത് സംഘി എന്നൊരു രാഷ്ട്രീയ ആശയം ഈ രാജ്യത്തില്ല. RSS സ്വയം സേവകരാണ്.
അവരെ സംഘി എന്ന് വിളിച്ച് പരിഹസിക്കുകയാണ്. അല്ലെങ്കിൽ കമ്മി എന്നും ഞാൻ പറയാറുണ്ട്. ഞാൻ കമ്മികളെന്ന് വിളിച്ച് പരിഹസിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല. കമ്മ്യൂണിസം എന്ന മൂല്യം സത്യത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ആശയമാണെങ്കിൽ പോലും പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുക, നിശബ്ദനാക്കപ്പെട്ടവന് വേണ്ടി സംസാരിക്കുക, നീതിക്ക് വേണ്ടി സംസാരിക്കുക, ഇങ്ങനെ ഇതാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊരു തെറ്റിദ്ധാരണ ഒരുപാട് പാവങ്ങൾക്കുണ്ട്. ആ തെറ്റിദ്ധാരണയിൽ കമ്മ്യൂണിസ്റ്റുകാരാക്കപ്പെട്ട ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഞാൻ അവരെ ആരെയുമല്ല ആക്ഷേപിക്കുന്നത്. വിവരമില്ലായ്മ അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു നടക്കുന്ന വിഡ്ഢികളെ ആക്ഷേപിക്കുന്നതാണ് കമ്മി എന്നുള്ളത്. ഇതുപോലെ തന്നെ അത് RSSലുണ്ട്, BJPയിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്. അതാത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ട്. ഇവരെ ആക്ഷേപിക്കുന്നതാണ് ഞാനത്. ഇപ്പുറത്തും നിങ്ങൾ തിരിച്ച് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷം എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് ഈ വിളി കിട്ടാൻ കാരണം? ബിഗ് ബോസ് ജയിച്ചിറങ്ങി വന്ന എനിക്കെതിരെ എന്തിനാണ് മീഡിയ വൺ ഒരു ഫീച്ചർ തന്നെ ചെയ്തത്? ഞാൻ അന്ന് ഒരക്ഷരം പോലും പൊതുസമൂഹത്തിൽ ആ സമയത്ത് മിണ്ടാതിരുന്ന സമയത്ത് നിഷാദ് റാവുത്തറും ടീമും എല്ലാം കൂട്ടിരുന്ന് എനിക്കെതിരെ ഒരു ഫീച്ചർ ചെയ്തത്. അപ്പം ഞാൻ സ്വീകരിച്ചിരുന്ന നിലപാടുകളെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് സംരക്ഷിക്കപ്പെടണം, ദേശീയ ബോധം സംരക്ഷിക്കപ്പെടണം, ഹൈന്ദവ സംസ്കാരം ഈ രാജ്യത്ത് നിലനിൽക്കണം, എൻ്റെ ക്ഷേത്ര വിശ്വാസങ്ങൾ നിലനിൽക്കണം, ശബരിമല നശിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ വേണ്ടി സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSൻ്റെയും ആൾക്കാരാണ്. ശരിക്കും കനയ്യകുമാറിനെ അതിശക്തമായിട്ട് ശബരിമല വിഷയത്തെ കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ട് ചോദിക്കുക. സ്വാഭാവികമായിട്ടും മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും മാറി ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം മനുഷ്യനേക്കാൾ വലുതല്ല ദൈവങ്ങൾ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? സ്വാഭാവികമായിട്ട് കാരണം അന്ന് തന്നെ പറഞ്ഞൊരു കാര്യം, മനുഷ്യനേക്കാൾ പ്രാധാന്യം ദൈവത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, BJPയുടെ ഒപ്പം നിൽക്കാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോഴും യോജിക്കുന്നു. എനിക്ക് ഒരു മാറ്റമില്ല. ഞാൻ ഇന്നും പ്രാധാന്യം മനുഷ്യന് തന്നെ കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് നിങ്ങളുടെ എപ്പോഴും ഞാൻ പറയുന്നുണ്ടല്ലോ, ഈശ്വര വിശ്വാസത്തിൻ്റെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ തെരഞ്ഞെടുപ്പ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്നോട് ഏതൊരു ഓൺലൈൻ മീഡിയ ചോദ്യം ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഒരാൾ, അദ്ദേഹം യുക്തിവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇതേ സെയിം ചോദ്യം എന്നോട് ചോദിച്ചു. അവരോട് ഞാൻ പറഞ്ഞതാണ്, ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സൃഷ്ടിച്ച ഈശ്വര വിശ്വാസങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെയുള്ള ഒരു നാടാണ് ഈ ഭാരതം. അതെല്ലാം തന്നെ മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോയിടത്താണ് ഈ പ്രശ്നം പറ്റിയത്. അതേസമയം തന്നെ ഓരോരുത്തരുടെയും ബോധതലം വ്യത്യസ്തമാണ്. ഇപ്പം വയോവൃദ്ധേ, ജ്ഞാനവൃദ്ധേ, മനോവൃദ്ധേ എന്നതാണ് പ്രായം. മനസ്സുകൊണ്ട് പ്രായമാകുന്നവർ, വയസ്സുകൊണ്ട് പ്രായമാകുന്നവർ, വാർദ്ധക്യം പല രീതിയിലാണ് വരുന്നത്, ജ്ഞാനം അറിവ് കൊണ്ട് പ്രായമാകുന്നവർ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 വയസ്സുകാരൻ്റെ മനസ്സായിട്ട് ജീവിക്കുന്ന 50 വയസ്സുകാരനും ഉണ്ടാവാം, 50 വയസ്സുകാരൻ്റെ മനസ്സുമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ അറിവുമായി ജീവിക്കുന്ന ഒരു 10 വയസ്സുകാരനും ഉണ്ടാവാം. ഓരോരുത്തരുടെയും ജ്ഞാനതലങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചു TV കാണുന്ന ഒരു പ്രേക്ഷകനുണ്ട്, അതേ കുട്ടി വളർന്നാൽ അത് കാണത്തില്ല, അത് വ്യത്യസ്തമായിരിക്കും. അപ്പം ആ കുട്ടിക്ക് ആ പ്രായത്തിൽ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കത്തില്ല വളരുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ അമ്മ അതിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ കുട്ടി ചിലപ്പോൾ കേൾക്കത്തില്ല. അപ്പോൾ അതിന് മറ്റേ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു കൊടുക്കും, മോനെ നീ അത് ചെയ്യല്ലേ, നിൻ്റെ അമ്മ മരിച്ചു പോകും. അപ്പോൾ ആ കുഞ്ഞിന് അത് ഓക്കെയാണ്, അമ്മ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവൻ ആ തെറ്റ് ചെയ്യില്ല. ആ അമ്മൂമ്മയുടെ അതേ മനസ്സുള്ള ഒരുപാട് ഭാരതീയ ഋഷീശ്വരന്മാർ, ആ അമ്മയുടെ മനസ്സോടുകൂടി കുട്ടികളായ നമ്മൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടത്തരങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും, ശാസ്ത്രീയമായി ശരിയല്ലെങ്കിൽ പോലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ മറ്റൊരർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നിടത്താണ് ശരിക്കും ഒരു ജനങ്ങളെ സേവിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനമായി നിന്ന് പലപ്പോഴും ഈ ജനപ്രതിനിധിയായിട്ട് മാറുന്നൊരു മാറ്റമുണ്ട്. ശരിക്കും അങ്ങനെ നിലകൊള്ളണമെങ്കിൽ ശരിക്കും ഒരു ജനപ്രതിനിധി ആവേണ്ടതുണ്ടോ? ഒരു MLA അല്ലെങ്കിൽ ഒരു MP ഒരു സ്ഥാനത്തോ ഇരിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ രോഹൻ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ കേരള നിയമസഭയിൽ സംസാരിക്കുന്ന കാര്യം മൊബൈലിലൂടെ ഒന്ന് പറഞ്ഞു നോക്കും, മാറ്റം ഉണ്ടാവില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്, മാരാറിന് അങ്ങനെ അത്രയൊരു സ്ഥാനം ഉണ്ടെങ്കിലാണ് കുറെ കൂടി ഇത് പ്രവർത്തിക്കാൻ കുറച്ചുകൂടി ലോജിക്കലി അത് ശരിയല്ലേ? ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കും. പിന്നെ ഞാനതല്ലേ പറഞ്ഞു, നമ്മൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചന്തയിൽ നിന്ന് സംസാരിച്ചാൽ മാറത്തില്ല. ഇതേ കാര്യം നിയമസഭയെ സംസാരിച്ചാൽ മതി. ചായക്കടയിൽ നിന്ന് ചർച്ച ചെയ്താൽ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതേ ചർച്ച നിയമസഭയെ ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ ചെയ്യേണ്ടി വരും. ഒരു സ്ഥാനം ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നമ്മളെ നിലനിർത്താൻ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളെ നിർത്തുന്നില്ലെങ്കിൽ ശരിക്കും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ നിലകൊള്ളേണ്ടതില്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട്, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇപ്പം നമ്മളൊരു പാർട്ടി നമുക്കൊരു സ്ഥാനം തന്നില്ല സ്ഥാനാർത്ഥിയായിട്ട്, പിന്നെ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കേണ്ടതില്ല, നമുക്ക് സ്ഥാനം തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ നിലകൊള്ളുന്നത് എന്നൊരു ചിന്തയുണ്ടോ ശരിക്കും? അല്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്ന ആളല്ലേ, 8 വർഷമായിട്ട് എനിക്ക് അങ്ങനെ രാഷ്ട്രീയം ഇല്ലായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ അങ്ങനെ സ്ഥാനം ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ആദ്യം സമീപിച്ചത് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പമാണ് നമ്മൾ ആദ്യം നിൽക്കേണ്ടത്. നമുക്ക് അർഹത ഉണ്ടോ ഇല്ലയോ എന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇന്നലകളിൽ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് അതാ ഞാൻ പഴയ ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞത്. ഇപ്പോൾ ഹാഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്,
അന്ന് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നത്? അന്നിപ്പോൾ അവരെൻ്റെ അടുത്ത് പുള്ളി ചോദിക്കുന്നത് എന്താണ്, കൊട്ടാരക്കര മത്സരിക്കുമ്പോൾ ഹാഷ്മിനോട് ചോദിക്കും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ ആയിട്ട് ചിലപ്പോൾ നിർത്തിയെന്ന് വരില്ല, കാരണം ഞാൻ അവരും വിമർശിച്ച് കളയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയും വന്നേക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആദ്യമായിട്ട് സമീപിക്കുന്നത് സബുൻ ജേക്കബാണെന്ന് പറഞ്ഞു. നമ്മൾ അല്ല, വിമർശനം ഉന്നയിക്കണ്ടേ? ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് ഉള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ ഞാൻ വിമർശനം ഉന്നയിച്ചേക്കും. ഇപ്പോൾ സാബു സാറിൻ്റെ അടുത്ത് എനിക്കൊരു വിമർശനം ഉന്നയിക്കുമ്പം അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ വിമർശനം ചിലപ്പം ക്രിയാത്മകമായി മാറും. വിമർശനം ഉന്നയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വിമർശനം ചോദിക്കാൻ കാരണം ഇപ്പം ആദ്യമായിട്ട് സമീപിച്ചത് സബുൻ ജേക്കബാണെന്ന് പറഞ്ഞു 20യുടെ ഭാഗമായിട്ട്. അല്ല, എന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ എന്നോട് MLA ആയിട്ട് അങ്ങനല്ല മത്സരിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്നോട് ഫോണിൽ തന്നെ പറഞ്ഞതാണ്, മെയിൻ സ്ട്രീമിൽ തവണ അഖിലുണ്ടാവണം, നല്ലൊരു ഓപ്പണിംഗ് നോക്കട്ടെ എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല വളരെ കാര്യമായി സംസാരിച്ചു. അത് 1-2 പ്രാവശ്യമൊക്കെ അദ്ദേഹം വിളിച്ചത് ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ ഫോണിലുണ്ട്, കാര്യം ഓട്ടോമാറ്റിക് റെക്കോർഡ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് രമേശ് സാറിന് പറയുന്നത് സ്വാഭാവികമായിട്ട് പഞ്ചായത്തിൽ പോലും നിലനിൽക്കാൻ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ബൈറ്റ് ഓൾറെഡി ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ല, എൻ്റെതായിട്ട് ഒരു ബന്ധമില്ല. അത് ഇതാ ഞാൻ പറഞ്ഞത്, എവിടുന്നെങ്കിലും ഈ ചോദ്യങ്ങളില്ല അടർത്തിയെടുത്ത് പ്രചരിക്കുന്ന വിവരക്കേടുകൾ പ്രചരിപ്പിച്ചുകൂടിയാണ്. ശരിക്കും അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു കൊട്ടാരക്കരയിലൊരു സ്ഥാനാർത്ഥിത്വത്തിന് പറ്റിയിട്ട് ഐഷ പൂറ്റി വന്നതുകൊണ്ട് സാധ്യത കുറവാണെന്നും മറ്റേത് മണ്ഡലം വേണമെന്നും പറയുന്ന അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ വേണമെങ്കിൽ പേഴ്സണലി കേൾപ്പിച്ചു തരാം. പേഴ്സണലി ഇത് കഴിഞ്ഞിട്ട് കേൾപ്പിച്ചു തരാം. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പിന്നെ എവിടെയും മാറ്റം വന്ന് അല്ല, ആ സമയത്തും ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കോൺഗ്രസ്സിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല വിചാരിച്ചാൽ നടക്കത്തില്ല. VD സതീശൻ വിചാരിച്ചാൽ നടക്കത്തില്ല. ആര് വിചാരിക്കണം? ജമാഅത്ത് ഇസ്ലാമി വിചാരിക്കണം, ലീഗ് വിചാരിക്കണം, സുഡാപ്പികൾ വിചാരിക്കണം, എന്ന് പറഞ്ഞാൽ SDP വിചാരിക്കണം. ഈ ടീമുകളെല്ലാം വിചാരിക്കണം. എങ്കിലേ അവിടെ ആര് മത്സരിക്കണമെന്നൊരു തീരുമാനം പരിപൂർണ അർത്ഥത്തിൽ സാധ്യമാകും. ഹൈക്കമാൻഡ് പോലും എടുക്കുന്ന തീരുമാനങ്ങൾ വെട്ടപ്പെടും. കാര്യം ജാതി മത സാമുദായിക സംഘടനകളുടെ തീരുമാനങ്ങൾക്ക് പിന്നാലെ ഓടി അതിൻ്റെ പേരിൽ പല ആൾക്കാർ അർഹതയുള്ള ഒരുപാട് പേരെ ഇല്ലാതാക്കി കളയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടിരുന്ന എൻ്റെ ഒപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച NS നുസൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറി, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കാനുണ്ടായ കാരണം കല്യാണം കഴിച്ചേക്കുന്നത് ഹിന്ദുമത വിശ്വാസിയാണ്. അമ്പലത്തിൽ പോകുന്ന ഭാര്യയുള്ള ഒരു മുസൽമാനെ സീറ്റ് കൊടുക്കാൻ ജാതി മതസംഘടനകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. പാർട്ടി വിട്ടുപുള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയാണ്. ഞാൻ 2013 സംസ്ഥാന സെക്രട്ടറി ആയ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സെയിം കമ്മിറ്റിയിൽ ഞാൻ അസംബ്ലി കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇത് ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസിന് വർഗീയത ഉണ്ടെന്ന്. ഞാൻ ഫേസ്ബുക്കിൽ പല പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആൾക്കാരെ കൂട്ടരുത്, NSSനെ വിമർശിക്കുന്നത് പോലെ SNDP വിമർശിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാത്തതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇന്നലകളിൽ അഖിൽമാരാരെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ NDAയിലേക്ക് വന്നപ്പോൾ ആ ഇഷ്ടം പോയെങ്കിൽ, അതേപോലെ തന്നെ ഇന്നലകളിൽ കോൺഗ്രസിനെ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ദേശീയ ബോധവും മതേതര ബോധവും കണ്ടിട്ടാണ്. ദേശീയ ബോധം നഷ്ടപ്പെട്ട് വർഗീയ ശക്തികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയതും ദേശദ്രോഹ കക്ഷികൾക്ക് വേണ്ടിയിട്ട് അനുകൂലിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയതും പല വിഷയങ്ങളിലും രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചതും ഒക്കെ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് മാനസികമായിട്ട് നമ്മളെ അകലാൻ പ്രേരിപ്പിച്ച ഘടകം. ശരിക്കും ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിന്നിരുന്നെങ്കിൽ ഈ ഒരു എതിർപ്പ് എത്രത്തോളം ഉണ്ടാവില്ല എന്ന് കരുതുന്നുണ്ട്. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതല്ലേ, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ലേ, ഇത് അപ്പോഴും പറഞ്ഞാൽ അപ്പോൾ എനിക്ക് സീറ്റ് തരുമോ? ഞാനിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യം രോഹ പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ ഇപ്പോൾ റോബർട്ട് വദ്രയെ വിളിച്ച് ചെവുക്കലിന് രാഹുൽ ഗാന്ധി ആടി കൊടുക്കണം എന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടില്ലേ? അങ്ങനെ എത്രയോ ഘട്ടങ്ങളിൽ ഞാൻ ഇവരുടെ നിലപാടുകൾ ശരിക്കും ഏതെങ്കിലും പോയിന്റിൽ തോന്നിയോ? കാരണം ും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിയായിട്ട്. ഒരു പക്ഷേ നിലകൊള്ളണം, നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കണം എന്നൊരു ചിന്ത ഉണ്ടായില്ലേ ഇപ്പോൾ? അല്ല, പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം എനിക്ക് ഭ്രാന്താണ് വെറുതെ പോയി നിലകൊള്ളാൻ. അവർ ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ പ്രസ്ഥാനമല്ലല്ലോ എന്നെ വളർത്തി വരുന്നത്. പക്ഷേ വിയോജിപ്പ് എല്ലാ പാർട്ടികളോടും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. പോയിന്റിലാണ് പറയുന്നതെന്ന് അറിയാമോ? ഒരു വ്യക്തി, ഒരു പർട്ടിക്കുലർ വ്യക്തി, X എന്നൊരു വ്യക്തി, അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു പേര് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അർഹതയുള്ള ഒരാൾക്ക് സീറ്റ് നിഷേധിച്ച ഇപ്പം ഇവിടെ നമ്മളെ ദീപ്തി മേരി വർഗീസ് ആക്കിയത് കോൺഗ്രസ്സാണ് അല്ലേ? അപ്പം ദീപ്തി മേരി വർഗീസിനെ മേയറാക്കിയില്ല എന്നൊരു കാരണം കൊണ്ട് അവർക്ക് വിട്ടുപോകാൻ പാടില്ല. അവർക്കൊരു സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചാലും അവർക്ക് പാർട്ടി വിട്ടുപോകാൻ പാടില്ല. കാര്യം ദീപ്തി മേരി വർഗീസിനെ സൃഷ്ടിച്ചത് കോൺഗ്രസ്സാണ്, അല്ലാതെ അഖിൽമാരാരെ സൃഷ്ടിച്ചത് കോൺഗ്രസ് അല്ല. എനിക്ക് ഒരു കാലഘട്ടത്തിലും 2013 മുതൽ 2015 വരെ നഷ്ടങ്ങളല്ലാതെ എനിക്ക് ഈ പാർട്ടി ഒന്നും തന്നിട്ടില്ല.
13 കേസുകൾ. അപ്പോൾ എൻ്റെ തലക്കടിച്ചത് പട്ടികയിൽ അടിച്ചത് അതിനകത്ത് ആണി ഉണ്ടായിരുന്നു. ഈ ആണി എൻ്റെ തലയിൽ കൊണ്ട് കയറിയിട്ട് ആ തുരുമ്പ് എൻ്റെ തലച്ചോറിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം വല്ല കോമയിലുമായി പോയാനെ. എന്നെ ഒരു കാലത്തും ഈ രാഷ്ട്രീയ പാർട്ടി സഹായിച്ചതല്ല. അങ്ങനെ അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് CPM-ഉമായിട്ട് നേരിട്ട് അക്രമത്തിലേർപ്പെട്ടു. തിരിച്ചവരുടെ ആക്രമണത്തിന് വിധേയമായി, വധശ്രമത്തിന് വിധേയമായി, പഞ്ചായത്തിൽ ശക്തമായ നിരവധി ഇടപെടലുകൾ നടത്തി. ഒരു സീറ്റിൽ ഞാൻ മത്സരിക്കണമെന്ന് ചോദിച്ചതുമില്ല. ഇന്നൊരാളെ നിങ്ങൾ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നീക്കങ്ങൾ നടത്തി എന്നെ ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ നശിച്ചു പോകുമെന്നാണ് ഇവർ വിചാരിച്ചത്. ഞാൻ തിരിച്ചു വരുമെന്ന് ഇവർ വിചാരിച്ചില്ല. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഞാനെന്തിനാ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കേണ്ട കാര്യം? ഞാൻ എന്ത് പക്ഷേ സ്ഥാനം തന്നിരുന്നെങ്കിൽ നിലനിൽക്കുമായിരുന്നില്ലേ? അങ്ങനല്ല, അത് അവരുടെ ആവശ്യമാണത്. ഓക്കെ, എന്നെ വേദികളിൽ പണം നൽകിയിട്ടാണ് പല പരിപാടികൾക്കും വിളിച്ചിട്ടുള്ളത്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി പോയതല്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ അഭിപ്രായ വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും പ്രസ്ഥാനത്തിന്റെ ആശയപരമായി വിയോജിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എതിർത്തുകൊണ്ട് കോൺഗ്രസ്സിൽ എനിക്ക് മത്സരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും കോൺഗ്രസ്സിൽ നിൽക്കും. SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിനെയും പരസ്യമായി എതിർത്തുകൊണ്ട് എനിക്ക് കോൺഗ്രസ്സിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കും. മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി, നീ നിന്റെ പാട് നോക്കി പോടാ, നീ നിന്റെ വീട്ടിൽ പോയി മതം പറഞ്ഞാൽ മതി, മതേതര പാർട്ടി മതേതര മുന്നണിയാണെന്നും പറഞ്ഞിട്ട് നീ മതത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ എനിക്ക് എതിർക്കാൻ പറ്റണം. കോൺഗ്രസ്സിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എതിർക്കാൻ പറ്റണം. നിശബ്ദമായിട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരല്ലേ നിങ്ങൾ കണ്ടത്? KM ഷാജി മതത്തിന് വേണ്ടി സംസാരിച്ചോട്ടെ, അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അതിലൂടെ നഷ്ടപ്പെടുന്നത് മുസ്ലിം ലീഗിൻ്റെ മതേതര മൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അത് എതിർക്കാതിരുന്നാലാണ് അപകടം. KPCC പ്രസിഡന്റ് അതിനെ തള്ളി പറയാതിരിക്കുമ്പോഴാണ് അപകടം. അപ്പോൾ ഒരു മതേതര മൂല്യമുണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നാളിതുവരെ മതേതര മൂല്യത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊരു നേതാവ് ഇപ്രകാരം പറയുമ്പോൾ അതിനെ തള്ളി പറയാത്തത് അപകടമാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എനിക്ക് സീറ്റ് നൽകിയാൽ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കും. ശരിക്കും ഇനി ഇങ്ങനെ ഒരു വിമർശനം ഒരുപക്ഷെ നമ്മൾ NDAയുടെ ഭാഗമായിട്ട് നിന്നാൽ പോലും ഈ വിമർശന സ്വഭാവം നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഭാവിയിൽ ഇനി BJP ഏതെങ്കിലും നേതാക്കന്മാരെ വിമർശിക്കേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമർശിക്കുമോ? അല്ല, സത്യം ആണ് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വിമർശനമല്ലല്ലോ. നമ്മൾ ആ വിഷയത്തിൽ ശരിയായ കാര്യങ്ങളിലേക്ക് എത്തുക, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വിമർശിക്കുന്നത്, അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുകയല്ലോ. അല്ല, പക്ഷേ ഒരു BJP നേതാവ് ഇപ്പം നേരത്തെ ഏതൊരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ടൊരു നേതാവിൻ്റെ പേര് വന്നു, നമുക്ക് അയാളെ എതിർക്കുന്നതിന് നമുക്കെന്താ പ്രശ്നം? പക്ഷേ അങ്ങനെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ എതിർക്കുക മാത്രമല്ല, ഇപ്പോൾ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് നിലകൊള്ളുമ്പോൾ പോലും ഇപ്പോൾ PV അൻവറിൻ്റെ കാര്യത്തിൽ വരെ ഉണ്ടായത് കണ്ടതാണ് അല്ലേ? അപ്പോൾ അത്തരത്തിൽ എന്നൊരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുമ്പോൾ അല്ല, രോഹൻ ആദ്യം മനസ്സിലാക്കണം, ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഞാൻ 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ്. ഇനി 2020 വിജയിച്ചു, നമ്മളൊരു MLA നിൽക്കുമ്പോൾ MLA ആയിട്ട് നിൽക്കുമ്പോൾ മുന്നണിയുടെ കാര്യങ്ങളെ പരസ്യമായി വിമർശിക്കാൻ പാടില്ല. ഓക്കെ, ഈ മുന്നണി ഞാൻ പറഞ്ഞല്ലോ, മുന്നണി എന്ന് പറയുന്നത് ഭരണപരമായ കാര്യങ്ങൾക്കാണ് മുന്നണിയുടെ തീരുമാനങ്ങൾ പലപ്പോഴും വരുന്നത്, രാഷ്ട്രീയമായ കാര്യങ്ങൾക്കല്ല. ഇപ്പം പൊളിറ്റിക്കലി നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു മുന്നണിയുടെ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നോടൊരാൾ അഭിപ്രായം ചോദിച്ചാൽ അത് പറയാതിരിക്കാം. ചിലപ്പോൾ ഒരു മുന്നണി മര്യാദ വെച്ചിട്ട് നമ്മൾ അവിടെ നിശബ്ദത പാലിക്കേണ്ടി വരും. അതൊരു മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അത് നാടിന് വേണ്ടി ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം വേണം എന്ന് പറഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ മുന്നണിക്ക് കഴിയും. ഇപ്പോൾ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP, അദ്ദേഹം BJP നേതാക്കന്മാരുമായിട്ട് നല്ല അടുപ്പമാണ്. പ്രൈം മിനിസ്റ്റർക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നാടിനെ നല്ല രീതിയിൽ നയിക്കുന്ന ഒരു ലോക്സഭാ അംഗമെന്ന നിലയിൽ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം അതുകൊണ്ട് BJP വിമർശിക്കാതിരിക്കുമോ? അദ്ദേഹത്തിൻ്റെ വിമർശനം അവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം. ഞാനിപ്പോൾ ലീഗ് എത്രയോ സമയം കോൺഗ്രസിനെ വിമർശിച്ചേക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എന്തെല്ലാം അഭിപ്രായങ്ങൾക്ക് വിമർശനം രേഖപ്പെടുത്തിയേക്കുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ലീഗ് രാഹുലിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, വേദി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അതല്ല സ്വീകരിച്ചത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എടുക്കും. CPI എത്രയോ പ്രാവശ്യം ശരിക്കും അതൊരു ബുദ്ധിമുട്ടാവോ? നമ്മൾ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് മാറി ഞാൻ ഇനി കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു സെക്കൻഡ് തോട്ടിലോട്ട് പോകേണ്ടതുണ്ട്, അതൊരു പ്രശ്നമാണോ? അങ്ങനല്ല, എല്ലാ വിഷയങ്ങൾക്കും കയറി അഭിപ്രായം പറയുന്ന ഒരു അഖിലിനുള്ള സ്വാതന്ത്ര്യം അതിപ്പോ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയണ്ട വരും. അല്ല, നേരത്തെ പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എനിക്ക് ഒരു സപ്പോർട്ട് വേണ്ടതില്ല എന്നുള്ളത് തുറന്നു പറയുക തന്നെ ചെയ്യും എന്നുള്ളത്. അപ്പം ഇലക്ഷൻ ശേഷം അത് ഞാൻ ഇത് എല്ലായിടത്തും നമുക്ക് പറയാം, ഉള്ളിലായാൽ മതി.
പരസ്യ പ്രതികരണങ്ങളായിരിക്കും ചിലപ്പോൾ പാർട്ടിക്കോ മറ്റുള്ളവർക്കോ ദോഷകരമായ. പക്ഷേ ഈ പരസ്യ പ്രചരണങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ശബ്ദങ്ങൾ തന്നെയല്ലേ മലയാളർക്ക് ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? തിരുത്തിയാൽ പോരെ. ഞാൻ പറഞ്ഞത് നമ്മളുടെ പാർട്ടിയിൽ നിന്നോ നമ്മുടെ മുന്നണിയിൽ നിന്നോ ജനഹിതമല്ലാത്ത ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നതിന് വേണ്ടിയിട്ടാണല്ലോ പണ്ട് പരസ്യമാകുന്നത്. പക്ഷെ അങ്ങനെ സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ജനഹിതം അനുസരിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജനപക്ഷത്താണ്, ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും കേരളത്തിലെ ജനഹിതത്തിനൊപ്പമാണ് മാരാറിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വം? 2020 ഞാനല്ല, ആക്ച്വലി 2020 ജനപക്ഷത്താണ്. ഉണ്ട്. ആ 2020 ഞാനുള്ളത്. സ്വാഭാവികമായിട്ടും 100% ജനങ്ങൾ പക്ഷത്താണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ? ആ 2020 ഭാഗമായി നിന്ന് അത് NDAയുടെ സഖ്യകക്ഷിയായിട്ട് മാറുമ്പോൾ മാറിയോ അത് ഈ ഈ രാജ്യം ഭരിക്കുന്ന ആരാ രോഗൻ? ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയ്ക്ക് ഇന്ന് വേണ്ട ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആരാണ്? 6000 രൂപ വെച്ചിട്ട് ഇവിടെ വർഷാവർഷം ഡയറക്റ്റ് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്? മുദ്ര പദ്ധതിയുടെ ഉപഭോക്താക്കൾ യുവാക്കളല്ലേ? MSMEയിലെ നിരവധി സ്കീമുകളുടെ ഉപഭോക്താക്കൾ യുവാക്കളല്ലേ? സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എത്രയെത്ര പദ്ധതികൾ, ഇതെല്ലാം ഈ രാജ്യത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദി ചെയ്തതല്ലേ? ഇസ്ലാം മതവിശ്വാസികൾക്ക് അനുകൂലമാകുന്ന എത്രയോ തീരുമാനങ്ങൾ എടുത്തേക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ FCRA ചട്ടലംഘനം എന്നും അല്ല FCRA ഭേദഗതി ചെയ്യാൻ പോകുന്നെന്നും ഇപ്പം ഞങ്ങളെ എന്തോ ദ്രോഹിക്കുന്നു എന്നും പറഞ്ഞ രീതിയിലും, അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന് അതെന്തോ ദോഷകരമാകുന്നു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതിൻ്റെ സത്യം മുഴുവൻ ക്രിസ്ത്യൻ സഭാ പിതാക്കന്മാർ തന്നെ തിരിച്ചറിഞ്ഞ് അവർ തന്നെ റിയാക്ട് ചെയ്തില്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്ക് എന്തോ ദോഷമാണ് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഇതിൽ വർഗീയതയില്ല. ഇത് ആരാണ് ഇവിടെ വർഗീയത പറയാത്തത്? ആരാണ്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയത പറയുകയല്ലേ? മറ്റേ കോൺഗ്രസ് വർഗീയത പ്രവർത്തിക്കുകയല്ലേ? ഇതെല്ലാം ഇവരുടെ ജീവിതം കൊണ്ട് ഇവരുടെ പ്രവൃത്തി കൊണ്ട് വർഗീയത ചെയ്തുകൊണ്ടിരുന്നിട്ട് മതേതരത്വം പറയുന്നു. BJP മറ്റേ ഹിന്ദുത്വ അല്ല, BJP വർഗീയ പാർട്ടി എന്ന് വിളിച്ചിട്ട് BJP ചെയ്യുന്നതെല്ലാം മതേതരത്വം. അതാ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് മതേതര പാർട്ടിയാണ്. എന്നിട്ട് നീ ആരെയാ കൂടെ കൂട്ടിയത്? ഞാൻ ജമാഅത്ത് ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടിനെ SDP ശരി. CPM എന്താ ചെയ്തത്? CPMന് SDP പിന്തുണ വേണം. ഇവിടെ മഹാരാജാസിലെ അഭിമന്യുവിൻ്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കത്തില്ല. ശിവൻകുട്ടി അവിടെ SDP പിന്തുണ വേണം, നേമത്തെ SDP പിന്തുണ വേണമെന്ന് പറയുമ്പം അത് ശിവൻകുട്ടി ചിന്തിക്കണം. അതേപോലെ ഇനി തിരിച്ച് BJP കേരളത്തിൽ എന്താ ചെയ്യുന്നത്? BJP ഭയങ്കര വർഗീയത അങ്ങ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്തത്? അത് അവിടെ ക്രിസ്ത്യാനിയായ സാബു ജേക്കബിൻ്റെ 2020 കൂടെ കൂട്ടി. അതെന്താ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണോ? ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പക്ഷെ അങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറയലും മാരാറുണ്ടായിരുന്നു ഇല്ലേ? ഏതാ ഇപ്പൊ വർഗീയത അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ശരിക്കും മാരാറും കൂടി ഉൾപ്പെട്ടതായിരുന്നു അല്ലെ? ശരിക്കും വർഗീയതയാണ്, വർഗീയ പാർട്ടിയാണ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അതും ഒരു തരത്തിൽ പ്രചാരണമാണ്. കാരണം മാരാറിനെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് മാരാർ പറയുന്ന കേൾക്കുന്ന ആ ശബ്ദം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഏതാന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറയാതെ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്താണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ പറയാം. അതായത് മാധ്യമങ്ങൾ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, അതൊരു വർഗീയ പാർട്ടിയാണ്, ഏതൊക്കെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാൽ പോലും വർഗീയ പാർട്ടിയുടെ വർഗീയത എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു ആരോപണങ്ങൾ അവർ പ്രചരിപ്പിച്ചത് അതായത് കഴിഞ്ഞ 13 വർഷം കൊണ്ട് ഭരിക്കുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് വർഗീയത? അതേസമയം ഇപ്പം ഞാൻ പറയാം, അതാണ് അത് ഒരു പക്ഷേ നിങ്ങൾ ആ പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു പക്ഷേ എൻ്റെ അടുത്ത് എതിർത്ത് ചോദിക്കുന്നത്. ഇപ്പം ലക്ഷദ്വീപിൽ വളരെ മനോഹരമായ ഡെവലപ്മെൻറ്റ്സാണ് ഇപ്പോൾ നടപ്പിലാക്കിയേക്കുന്നത്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവന്ന സമയത്ത് പുറത്തേക്ക് വന്ന വിഷയം അവിടെ കൊടുത്തുകൊണ്ടിരുന്ന നോൺ വെജ് നിർത്തലാക്കി എന്നുള്ളതായിരുന്നു. അപ്പം നമ്മളുടെ മുന്നിലേക്ക് വന്നത് ഇന്നലകളിൽ അവിടെ കൊടുത്തുകൊണ്ടിരുന്ന നോൺ വെജ് നിർത്തലാക്കി അത് BJP അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് നയമല്ലേ എന്നൊരു പ്രശ്നം വന്നു. ഞാൻ ലക്ഷദ്വീപിലെ നിവാസികൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ശക്തമായി സംസാരിച്ചു. ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് BJP പോയില്ല? ഈ 2 വർഷമായിട്ടും BJP വേദികളിലോ BJPയുടെ ഔദ്യോഗിക പരിപാടികളിലോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിലൊരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പം BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, ഇവിടെ ശബരിമലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി BJP പോകാറില്ലേ? എന്താ പാവങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങാത്തത്? മനുഷ്യന്റെ പ്രശ്നം എന്താ മുൻഗണന കൊടുക്കാത്തത്? ദൈവത്തെ കാട്ടി വലുതല്ലേ മനുഷ്യൻ? ദൈവങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്, മതങ്ങളെ സംരക്ഷിക്കാൻ നടക്കുകയാണ്. നിലപാടിന്റെ രാജകുമാരൻ. ഈ അഭിപ്രായം ഇപ്പോഴും അങ്ങനെ തന്നെ ഉറച്ചു പറയുന്നു പോരെ? ഒരു മാറ്റവും ഇല്ല. അതല്ലേ രോഹൻ ആദ്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ജനകീയ വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. ഞാൻ പണ്ടൊരിക്കൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. പാലാരിവട്ടം പാലവുമായി ബന്ധപ്പെട്ടും യുവാക്കളുടെ പ്രശ്നവുമായും അത് പരിഹരിച്ചതിന് ശേഷം മതി നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിറങ്ങേണ്ടത്. അത് ഞാൻ നിൽക്കുന്നത് ഇതിനകത്താണ്, 2020-ലാണ്. ഇപ്പം
എനിക്ക് BJP നാളെ ഇത് തന്നെ തുടർന്നാൽ എനിക്കവരെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ആ രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങളുണ്ട്, അവർക്കതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ, അവർക്കൊരു കുഴപ്പമുള്ള കാര്യമില്ല. അതിലൂടെ അവരെ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസം സംരക്ഷിച്ചിട്ട് മതി പാലം സംരക്ഷിക്കണം. അങ്ങനെയെങ്കിൽ BJPക്ക് അവർ വോട്ട് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പകരം നിൽക്കുമ്പോൾ SDPയോ ജമാഅത്തോ ആർക്കും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു ആർജവം 2020 വേണ്ടി നിൽക്കുന്ന സമയത്ത് BJP പ്രവർത്തകരാരും എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരേണ്ടതില്ല എന്ന് പറയാൻ കാണിക്കാതെ എന്തുകൊണ്ട്? അവർ എൻ്റെ രോഗം എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഈ SDP എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ ഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമി ഒരിക്കൽ നിരോധിച്ചതായിരുന്നു. എന്നിട്ട് എന്തിനാ ഈ അവരെ രണ്ടാമത് കൊണ്ടുവന്നു? ഒരിക്കൽ നിരോധിച്ച സംഘടനയെ വീണ്ടും കൊണ്ടുവരേണ്ട കാര്യം എന്താ? ഗാന്ധിവധത്തിൻ്റെ പേരിലാണ് RSSന് താൽക്കാലികമായിട്ടുള്ള രാജ്യത്ത് പ്രവർത്തനം വന്നത്. അതുമായി യാതൊരു ബന്ധവും RSSന് ഇല്ല എന്ന് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് RSSന് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. രാജ്യത്ത് നാളിതുവരെ ഒരു രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്ത രാഷ്ട്രീയ സംഘടനയല്ല RSS. അവർ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്. അവരെപ്പോഴാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്? 1925 തുടങ്ങിയ ഒരു സംഘടന 1977 ഇറങ്ങാൻ കാര്യം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നുകൊണ്ടാണ്. ഈ നാട്ടിലെ ജനത്തെ പട്ടികളെക്കാട്ടിയും മോശമാക്കി കണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയുടെ ദോഷഫലങ്ങൾ ഈ ജനതയ്ക്ക് ആത്മാഭിമാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ജനതയെ അടിച്ചമർത്തി അവൻ്റെ വാ മൂടിക്കെട്ടി മാധ്യമങ്ങൾ ഉൾപ്പെടെ പോലീസിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയ അതിക്രൂരമായിട്ടുള്ള ഒരു നടപടി ഇന്ദിരാഗാന്ധി എടുത്തപ്പോൾ ആ സമയത്താണ് RSS രാഷ്ട്രീയം എന്ന് പറയുന്നൊരു ആവശ്യത്തിലേക്ക് വന്നത്. അതുവരെ RSS എന്തുകൊണ്ട് ഇറങ്ങിയില്ല? ഇന്നും RSSൻ്റെ തലമുതിർന്ന നേതാക്കന്മാരൊന്നും തന്നെ അധികാരമോഹമുള്ളവരല്ല. അപ്പം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അത് RSS നിലപാട് മാറ്റിയതാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ എന്നെ പറയുന്നതൊക്കെ പറയാം. നമുക്ക് മുന്നിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യമാണ് നമ്മളെ പുതിയ തീരുമാനങ്ങളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഹൈന്ദവ ദേശീയ ബോധത്തിലൂന്നിയുള്ള കാഴ്ചപ്പാടുകളിലാണ്. അതവർക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാം. അതിലൂടെ അവരെ ജനം ആകർഷിക്കുന്നുണ്ടെങ്കിൽ, അതിലൂടെ അവരുടെ സംഘടന മുന്നോട്ട് പോകുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകാം. ഇത് ഭരണപരമായ കാര്യങ്ങളിൽ അത് അവർ ഒരു കാലത്തും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും. ഇപ്പോൾ മാരാറും അതുപോലെ തന്നെ റോബിനും രണ്ടുപേരും നിൽക്കുന്നു NDAയുടെ ഭാഗമായി. ശരിക്കും രണ്ട് തരം സമീപനങ്ങൾ വരുന്നത്. ഇപ്പോൾ മാരാറിന് വരുന്ന കുറച്ചൊരു സൈബർ അറ്റാക്കും അല്ലെങ്കിൽ ഒരു ഹേറ്റ് ക്യാമ്പയിനും റോബിനെ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ കമ്പാരിറ്റീവ് ഭയങ്കരമായി കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? രണ്ടുപേരും NDAയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം ഭയങ്കരമായിട്ട് ഊന്നൽ? എന്നല്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സെലിബ്രിറ്റീസും പൊതു അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരല്ല. ബിഗ് ബോസിൽ അഭിപ്രായം പറയാത്തവരെ എന്താ വിളിക്കുക? പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് എതിരഭിപ്രായങ്ങൾ വരുമെന്ന് പേടിച്ച് ബിഗ് ബോസിൽ അഭിപ്രായം പറയാതെ ഒതുങ്ങി നിന്ന് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവർക്ക് പുറത്തൊരു വിളിപ്പേരുണ്ടല്ലോ, എന്താ? ബിഗ് ബോസ് കാണുന്ന ആളല്ലേ? അല്ല, വാഴകളെന്ന് വിളിക്കും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നെഗറ്റീവ് വരുമെന്ന് കരുതി ഇത് ഭയന്നിട്ടുള്ളവരാണ്. അപ്പം ഞാനീ പറഞ്ഞത്, ഒരാൾ ഇപ്പോൾ രമേഷ് പിഷാരടി അല്ലെങ്കിൽ സുധീർ കരമന, മത്സരിക്കുന്ന എല്ലാവരും, അഞ്ജലി നായർ, അതുപോലെ ഇന്നലകളിൽ മുകേഷ്, ഇതിനകത്ത് ഗണേഷ് കുമാർ ഒഴിച്ച്, അത് രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത്. ഇതുവരെ എൻ്റെ അറിവിൽ നടൻ മുരളി മത്സരിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ മത്സരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എതിരഭിപ്രായം വരും. നമ്മുടെ മമ്മൂക്ക വയനാട്ടിലൊന്ന് പോയി അദ്ദേഹം വളരെ കാഷ്വലി പറഞ്ഞൊരു കാര്യം, എന്തായി അദ്ദേഹത്തിനെതിരെ വന്ന തെറിവിളികൾ, എതിരഭിപ്രായങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വന്നത്. അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണ് വന്നത്. അതാണ് രാഷ്ട്രീയം. അപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉയരും എന്ന് പേടിച്ച് മിണ്ടാതിരിക്കുന്നവരാണ് 99% ആൾക്കാരും. ഇവിടെ മാരാർ കഴിഞ്ഞ 15 വർഷമായിട്ട് 2010 മുതൽ ഒരുത്തനെയും പേടിക്കാതെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ആളാണ്. സഹസംവിധാനായിട്ട് നിൽക്കുമ്പോഴും അഭിപ്രായം പറഞ്ഞു, സിനിമ എടുത്തപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞു, മലയാള സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചു, സിനിമയെ ആക്ഷേപിക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ചു, നാടിന് വേണ്ടി സംസാരിച്ചു. എനിക്ക് ഒരുത്തൻ്റെയും പിന്തുണ നോക്കിയിട്ട് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാനെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള അഖിലിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. എനിക്ക് സോഷ്യൽ മീഡിയയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം സംസാരിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസിന് ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടോ എന്നെ ആരെങ്കിലും അനുകൂലിക്കണമെന്ന് കരുതിയിട്ട്? ഞാൻ ആദ്യം എതിർക്കുന്നത് ഗോപികയാണ്.
മറ്റുള്ളവരെല്ലാം കോമണറെ അനുകൂലിച്ചപ്പോൾ കോമണറായ ഗോപികയെ ആദ്യമായി എതിർക്കുന്നത് ഞാനാണ്. ഞാൻ പിന്നീട് ശക്തമായി എതിർക്കുന്നത് റിനീഷയാണ്. സ്ത്രീയാണെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ സാഗറിനോടും ജുനൈസിനോടും ഒക്കെ എതിർക്കുമ്പോൾ വ്യക്തികളൊന്നും എൻ്റെ മാറ്ററല്ല, എനിക്ക് വിഷയം മാത്രമാണ്. അന്നും ഇന്നും എന്നും എല്ലാ കാലത്തും ഒരു വിഷയത്തിൻ്റെ സത്യം മാത്രമാണ് എന്നെ സംബന്ധിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഞാൻ ഇന്ന് രാവിലെയും ഫേസ്ബുക്കിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തൃക്കാക്കര മണ്ഡലത്തിലെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവിഷയത്തിലാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അഭിപ്രായം പറയാതിരുന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. ശരിക്കും ബിഗ് ബോസിന് കിട്ടിയ മറ്റൊരാർക്കും കിട്ടാത്ത സൈബർ അറ്റാക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കിട്ടാത്ത കാര്യം. എനിക്കറിയാം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഒരക്ഷരം മിണ്ടത്തില്ല. പക്ഷേ ഈ ജയങ്ങൾക്കൊപ്പം തന്നെ ചില പരാജയങ്ങളും ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അത് ഉറക്കെ പറയാറുണ്ട്, സംഭവിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജെട്ടിമ്പ്രായിട്ട് കടപ്പുറത്ത് ഓടും എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ആർജവം ജയങ്ങൾക്കളെ അപ്പുറം ഒരാൾ പരാജയപ്പെടുന്ന ഇത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവൻ തന്നെ ഫേസ്ബുക്കിൽ എനിക്ക് ഒരു കമൻ്റ് ഇട്ട്, ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു. എൻ്റെ സ്റ്റാറ്റസ് കയറി നോക്ക്, അവൻ മാപ്പും പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നുണ്ട്. പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ ആള് പറയുന്ന കാര്യം സംസാരിച്ച് ക്ലിയർ ചെയ്തു. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് ഓടാന്നുള്ള രീതിക്കും കൂടെ ഒപ്പം വെച്ചു. അല്ല, അങ്ങനെയൊക്കെ ചെയ്തോട്ടെന്നേ. ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ സംസാരിച്ച് തീർത്തു. ഇനി ആരും ഇത് ഏറ്റെടുക്കരുത്. പക്ഷെ അഖിലേട്ടൻ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഷെഡ്യൂംബ്രായിട്ട് നടക്കും എന്നുള്ളത് അവൻ്റെ നന്മ. ഇനി മറ്റൊരാൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഡോക്ടർ കമൽ. അപ്പം പുള്ളി ആദ്യം ഇട്ട വീഡിയോ, അഖിൽമാരാർ ജയിച്ചാൽ 100 പേർക്ക് ബിരിയാണി ചലഞ്ച്, ബിരിയാണി ഞാൻ മേടിച്ചു കൊടുക്കാം, ഇതായിരുന്നു ഇദ്ദേഹം ചെയ്തത്. അപ്പം ഇദ്ദേഹം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എടാ അനാഷേ, നിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. എൻ്റെ ബിരിയാണിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. എനിക്ക് 100 ബിരിയാണി മേടിച്ചു കൊടുത്താൽ മതി, നീ കോഴിക്കോടിലൂടെ ജെട്ടിയമ്പ്രായിട്ട് ഓടുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് ഇവർ തന്നെ ഇട്ടു. 15 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. 15 ദിവസം മുമ്പ് പറഞ്ഞതിൽ നിന്ന് 15 ദിവസം കഴിഞ്ഞപ്പം ഇവർക്ക് എന്തുകൊണ്ട് മാറ്റി പറയാൻ തോന്നുന്നു? തൃക്കാക്കരയിൽ ചിത്രമാകുമെന്നാണോ പറഞ്ഞു വെക്കുന്നത്? നോക്കിക്കോളൂ, മെയ് 4-ാം തീയതി നോക്കിക്കോളൂ. എന്തായിരുന്നു ബിഗ് ബോസിന്റെ തുടക്കം? എന്തൊക്കെയാണ് എനിക്കെതിരെ നടത്തിയത്? ഈശ്വരന് ഈ ഭൂമിയിലെ സത്യത്തിനൊപ്പം ഈശ്വരൻ നിൽക്കുമെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് പോലെ കേരളം ഒരു ബിഗ് ബോസും രാഷ്ട്രീയ കേരളത്തിലെ ഇതും തമ്മിൽ കൂട്ടിക്കഴിക്കാൻ പറ്റുമോ? എവിടെയാണ്? കാരണം അവിടെ അവിടെ വാക്ചാതുര്യം കൃത്യമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഗെയിം ഷോ കാര്യങ്ങൾ ഇതൊക്കെ മാനദണ്ഡമായി മാറുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പോർക്കളത്തിൽ എങ്ങനെയാണ് അതൊരു മാനദണ്ഡമായിട്ട് മാറുക? ആ കോണ്ടെക്സ്റ്റ് അല്ല ഞാൻ പറഞ്ഞത്. അവിടെ സത്യം കാണുന്നത് ആരായിരുന്നു? പ്രേക്ഷകരായിരുന്നില്ല. കാരണം ഞാനും രോഹനും തമ്മിലുള്ള ഒരു മൊമെൻറ്റിൽ രോഹൻ എൻ്റെ മുന്നിൽ നിന്ന് പോയാൽ രോഹൻ അപ്പുറത്ത് പോയി എന്താ ചെയ്യുന്നതെന്ന് ഞാനും കാണുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത് രോഹനും കാണുന്നില്ല. പക്ഷേ നമ്മൾ രണ്ടും എന്താ ചെയ്യുന്നതെന്ന് കേരളത്തിലിരുന്ന പ്രേക്ഷകർ കാണും. അവർ നമ്മൾ ആരാ ശരിയെന്ന് കണ്ടെത്തും. ഈ കേരളം എന്ന ബിഗ് ബോസ് ഹൗസിന് പുറത്തിരുന്ന് ഈശ്വരൻ ഇത് കാണുന്നെങ്കിൽ, കുറേ ആൾക്കാർ ഇത് കാണുന്നെങ്കിൽ അവർക്കറിയാം അഖിൽമാരാർ എന്താ ചെയ്തെന്നും മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്നും. ഗെയിം ഷോ ആയിട്ട് കാണുന്ന ഒരു POV അല്ലേ ആളുകൾ? ഗെയിമല്ല ഞാൻ പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലേ? കയ്യിലിരിപ്പ് പ്രവൃത്തി, ആ പ്രവൃത്തിയാ ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രവൃത്തിയെ വിലയിരുത്താൻ ഈ കേരളത്തിന് പുറത്തിരുന്ന് കാണുന്ന ശക്തികൾക്ക് കഴിയുമെങ്കിൽ മെയ് 4-ാം തീയതി ഞാൻ ജയിച്ചിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ പ്രവൃത്തി എന്നുള്ള രീതിയിലേക്ക് ആളുകളോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷനിലെ വാക്കുകളാണ് കാണുന്നത് അല്ലെ? എന്താണ് ആരാരുടെ പ്രവൃത്തി എന്നുള്ളത് ഒരിക്കലും കാണാൻ ഇപ്പോൾ പറ്റില്ല അല്ലെ? നമ്മൾ വാക്കുകൾ കൊണ്ടാണ്. അപ്പോൾ ആ ജനങ്ങൾ മനസ്സിലാക്കണം ഒരു പക്ഷേ ദീർഘവീക്ഷണം കൊണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചേക്കാന്നുള്ളത്. നമുക്ക് പരിമിതികളുണ്ട് തീർച്ചയായിട്ടും. ഞാൻ അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, നിങ്ങൾ അറിയുന്നില്ലല്ലോ. ആ കമ്മ്യൂണിക്കേഷനിൽ എന്നുള്ള രീതിയിലേക്ക് ഇതേ പ്രവൃത്തിയിൽ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമല്ല. അത് ഇപ്പം നടക്കുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ അതിൽ ശരിക്കും ജനം വിലയിരുത്തും. അപ്പോൾ ഇപ്പം ഞാൻ രോഹനെ എടുത്തു വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുന്നു. രോഹൻ ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലാണല്ലോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനിക്ക് വോട്ട് കിട്ടത്തില്ലയോ എന്നുള്ള കാര്യം. ആ കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ പറയുന്നത് തൃക്കാക്കര ഞാൻ ജയിക്കുമെന്ന്. തൃക്കാക്കര രൂപീകരിച്ച് മുതൽ ബഹനാനും അല്ലെ തോമസ് ഉൾപ്പെടെ ഉമ തോമസ് വരെ എത്തി നിൽക്കുന്നതിൽ നമ്മൾ കോട്ടയാണ്, UDFൻ്റെ കോട്ടയാണ്. വിജയിച്ചവരെല്ലാം UDFൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത്. അപ്പം അപ്രതീക്ഷിതം നമ്മൾ തുടക്കത്തിലെ സംസാരത്തിൽ പറഞ്ഞ പോലെ തൃക്കാക്കരയിലേക്ക് അവിടെ വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. അപ്പം എവിടെയാണ് അത്രയും ഒരു കോട്ടയിൽ വിള്ളലുണ്ടാക്കും, ആ വിള്ളലിനെ അട്ടിമറിക്കും എന്നൊരു ചിന്തയും ആത്മവിശ്വാസം വരുന്നത് ഇതൊരു പോയിന്റിലാണ്. 15 വർഷം ഷീലാ ദീക്ഷിത് ഡൽഹി ഭരിച്ചു. ഒരു വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയാകുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോത്സ്യം പറഞ്ഞാലും കെജ്രിവാൾ വിശ്വസിക്കുമായിരുന്നു, ഇന്ത്യ വിശ്വസിക്കുമായിരുന്നു. സംഭവിച്ചോ?
അതെ. ത്രിപുരയിൽ 2% വോട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു BJP. 29 വർഷത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന് മുന്നേ 10-25 വർഷം ഭരിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അവിടെ BJP ഭരിക്കുമെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഭൂരിപക്ഷമായ മേഖലകളിൽ ക്രിസ്ത്യൻസ് ഭൂരിപക്ഷമായ പല ഗോവ ഉൾപ്പെടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരിക്കലും BJPക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അവിടെ എല്ലാം BJP അധികാരത്തിൽ വന്നില്ലേ? മൂന്നാമതൊരു രാഷ്ട്രീയ ആശയം ഉദയം ചെയ്തിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നശിച്ചു പോയിട്ടുണ്ട്. ഞാൻ മൂന്നാമതെന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് പുറത്തായതുകൊണ്ടാണ്, കേരളത്തിന് പുറത്തായതുകൊണ്ടാണ്. കേരളത്തിലാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. കേരളത്തിന് പുറത്ത് പലയിടത്തും കോൺഗ്രസും BJPയും മാത്രമേ ഉള്ളൂ. ഈ 2 രാഷ്ട്രീയ പാർട്ടി കൂടാതെ മൂന്നാമതൊരു പ്രാദേശിക ആശയം വന്ന എല്ലാ സ്ഥലത്തും, ഉത്തർപ്രദേശ് SP BSP ഒന്നും കോൺഗ്രസ് നശിച്ചില്ലാതായി. ബീഹാറിൽ ലാലു പ്രസാദിൻ്റെ വരവോടുകൂടി കോൺഗ്രസ് അവിടെ ഇല്ലാതായി. ഡൽഹിയിൽ ആം ആദ്മിയുടെ വരവോട് കൂടിയിട്ട് അവിടെ ഇല്ലാതായി. പഞ്ചാബിൽ അവിടെ നശിച്ചു. ഇപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് മൂന്നാമതൊരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി വരാത്ത സ്ഥലങ്ങളാണ്. ഗുജറാത്ത് ഇതുവരെ ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടി അവിടെ വന്നിട്ടില്ല, വന്നാൽ കോൺഗ്രസ് അവിടെ നശിക്കും. രാജസ്ഥാൻ വന്നിട്ടില്ല, വന്നാൽ അവിടെ നശിക്കും. മധ്യപ്രദേശ് വന്നിട്ടില്ല. ഇതെല്ലാം ഒള്ളി BJP കോൺഗ്രസ്. അതുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിന് പോകും. രോഹനോട് ആൾക്കാർക്ക് ഇഷ്ടം തോന്നി വോട്ട് ചെയ്യുമ്പോഴേ ആ ഇഷ്ടം രോഹന് നിലനിർത്താൻ പറ്റൂ. അപ്പുറത്തിരിക്കുന്ന അഖിൽമാരാരോടുള്ള വെറുപ്പ് കൊണ്ടാണ് രോഹൻ ഒരാൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് അഖിൽമാരെ അവൻ സ്നേഹിച്ചു തുടങ്ങുന്നു അന്ന് രോഹന് കിട്ടുന്ന വോട്ട് അവസാനം. മാരാർ പറഞ്ഞു വെക്കുന്നതിന് മുമ്പ് ഇപ്പോൾ UDF മണ്ഡലങ്ങളാണെങ്കിലും ഇടതുപക്ഷ മണ്ഡലങ്ങളാണെങ്കിലും LDF മണ്ഡലമാണെങ്കിലാണെങ്കിൽ പോലും അങ്ങനെ വ്യക്തിയെ കണ്ട് വിജയിപ്പിക്കാൻ മാത്രം കാൻഡിഡേറ്റ്സ് മുമ്പ് NDAക്ക് ഉണ്ടായിട്ടില്ല എന്നും കൂടിയല്ലേ? ഇവിടെ അല്ലെ ഇപ്പൊ മാരാർ ഇവിടെ വന്നു അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മാരാർ പറയുന്ന തൃക്കാക്കരയിൽ വന്ന് ഇത്രയും കാലം UDF കോട്ട ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ കേജ്രിവാളിന് സംഭവിച്ച പോലെ ഇവിടെ ഒരു മാജിക് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാജിക് മുമ്പ് സംഭവിക്കാതിരുന്നിരുന്നത് മാരാർ പോലെ ഒരു കാൻഡിഡേറ്റ് NDAക്ക് ഇതുവരെ ഉണ്ടായില്ല എന്നും കൂടിയല്ല അതിനർത്ഥം. ആ കൂടി ഒരാജഗോപാലാണ് നമുക്ക് അല്ലെ നിയമത്തെ 2011 നമുക്ക് കിട്ടിയിട്ടുള്ളത്. 100% വ്യക്തികളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയത്തെക്കാൾ ഉപരി ഇപ്പം RSSനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ ആശയങ്ങളുടെ വേരോട്ടം ഭയങ്കരമായതുകൊണ്ട് അതിൻ്റെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അതിന് മുകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമ്പോൾ മാത്രമേ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ പറ്റൂ. ശരിക്കും അങ്ങനെ ആകർഷിക്കുന്ന ഒരു വ്യക്തികൾ ഉണ്ടായിട്ടില്ല ഇപ്പം NDAക്ക് ഇതുവരെ. രാജഗോപാൽ ഒഴികെ ആർക്കും കേരളത്തിലെ നിയമസഭയിൽ ഇപ്പം നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ പ്രതിപക്ഷം ആയിട്ടിരുന്ന അന്നത്തെ BJP LK അദ്വാനിയിൽ നയിക്കപ്പെട്ട അന്നത്തെ BJP അധികാരത്തിൽ വരുമെന്ന് പോലും ആർക്കും സംശയമായിരുന്നു. അവിടേക്കാണ് നരേന്ദ്രമോദി ഉദയം ചെയ്യുന്നത്. അതിനുശേഷം BJPക്ക് ഉണ്ടായൊരു വളർച്ചയുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റൊരാൾ മോശമെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് 49 മാർക്ക് മേടിച്ചിട്ടും ഒന്നാമനാവാൻ പറ്റും, 30 മാർക്ക് മേടിച്ച് നമുക്ക് ഒന്നാമനാവാൻ പറ്റും. 30 മേടിക്കുന്ന സമയത്ത് 29 മേടിക്കുന്നവൻ രണ്ടാമത് വന്നാൽ മതി. 49 മേടിക്കുമ്പം 50 മേടിക്കുന്ന 3 പേർ നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ 49 മേടിച്ചാലും നമുക്ക് ഫസ്റ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ ഇത് വ്യക്തികളുടെ വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തരും ബേസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഇപ്പം ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് നമ്മൾ കാണുന്നത് പോലെ തന്നെ ബേസ് ഉണ്ടാവണം, അതിൻ്റെ അടിയിലേക്ക് ബേസ് ഉണ്ടാവണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആദ്യം ബേസ് ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ നാളിതുവരെ ഇപ്പോൾ ഒരു അഖിൽമാരാർ തൃക്കാക്കരെ വന്ന് മത്സരിക്കുമ്പോൾ ഇന്നലകളിൽ ഇവിടെ മത്സരിച്ച എൻ രാധാകൃഷ്ണൻ ആയാലും അതിനു മുൻപ് മത്സരിച്ച സജിയേട്ടനായാലും ഇങ്ങനെ ഓരോ മനുഷ്യരും ഉണ്ടാക്കിയെടുത്ത ഒരു ബേസിന് മുകളിലാണ് അഖിൽമാരാർ വരുന്നത്. ആ ബേസിന് മുകളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്. ആ 30,000-35,000 വോട്ടിൻ്റെ ബേസുള്ളൊരു മണ്ഡലമാണ് തൃക്കാക്കര. റോഹന്റെ വിശ്വാസം 16 വരണ്ട. വേണ്ട, 50,000 വോട്ട് കിട്ടിയാൽ മത്സരം 3 കഴിഞ്ഞ് BJPക്ക് 50,000 വോട്ട് കിട്ടിയ ഈ മണ്ഡലത്തിൽ ഒരുപക്ഷെ ജയിക്കാൻ പറ്റും. കാരണം ഇവിടെ പരമാവധി പോൾ ചെയ്യപ്പെടാൻ പോകുന്നത് 1.25 ലക്ഷം മുതൽ 1.25 ലക്ഷം ഇത്തവണ പോൾ ചെയ്യും. കാര്യം SIRൽ ഒരുപാട് വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 1.25 ലക്ഷം വോട്ട് ഇവിടെ പോൾ ചെയ്താൽ നിലവിൽ 2020 കഴിഞ്ഞ പ്രാവശ്യം 2021 14,000 വോട്ട് കിട്ടി. 2016 BJPക്ക് 23,000 വോട്ട് നിയമസഭയിൽ കിട്ടി. ഈ 2016 23,000 വോട്ട് താമര ചിഹ്നത്തിൽ കുത്തിയ തൃക്കാക്കരക്കാർ ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കുക. 2021 സംഘടനാപരമായ ചില പ്രശ്നങ്ങളും മറ്റും കാരണം ആ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 16,000 വോട്ട് അവിടെയും വന്നു. 16 + 14 30,000 വോട്ട് 2021 മാത്രം കണക്കെടുത്താലുണ്ട്. ലോക്സഭയിലെ കണക്കെടുത്താലും ഉണ്ട് 30,000 വോട്ടിൻ്റെ ബേസ് ഷുവറായിട്ട് തൃക്കാക്കരയിലുണ്ട്. ഈ 30,000 വോട്ടെ പ്ലസ് ഉമാ തോമസിനോടുള്ള ജനങ്ങളുടെ വിരുദ്ധ വികാരം. ഉമാ തോമസിനെ ഈ പാർട്ടി സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തണമെന്ന് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് ആണ്. ദീപ്തി മേരി വർഗീസിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ആയിരുന്നു ഇവിടെ ആദ്യം നടന്നത്. ഇവിടെ ഷിയാസിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചയുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഷിയാസിനെയും ദീപ്തി മേരി വർഗീസിനെ തൃക്കാക്കര പരിഗണിച്ചത്? ഉമാ തോമസ് ബെസ്റ്റ് ആണെങ്കിൽ എന്തിനാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകേണ്ട കാര്യം?
അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ മനസ്സിലായി ഈ MLA പരാജയമായിരുന്നുവെന്നും അവർക്ക് സീറ്റ് കൊടുക്കുന്നതിൽ കാര്യമില്ല എന്നും ഉമാ തോമസ് മാറി നിൽക്കണമെന്നും എന്നൊരു ചർച്ച തന്നെ വന്നത് എന്തുകൊണ്ടാണ്? ആ ഉമാ തോമസ് വിരുദ്ധ വികാരം, MLA വിരുദ്ധ വികാരം പ്ലസ് പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഇന്ന് പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ യുവ നേതാക്കന്മാരെക്കാട്ടിയും മുന്നിൽ ഞാൻ നിൽക്കും, എനിക്ക് ഉറപ്പാണ്. ആ പിണറായി വിരുദ്ധ വികാരം എനിക്ക് തന്നെ വോട്ടായി മാറും. MLA വിരുദ്ധ വികാരം എനിക്ക് തന്നെ വോട്ടായി മാറും. അതിനേക്കാൾ ഉപരി എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെയും 2020യുടെയും മഹിളാ വിങ്, എനിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്ന ചേച്ചിമാരുടെ കാര്യം ഞാനീ പറയുന്നത്. അഭൂതപൂർവമായ പിന്തുണ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിനിടയിൽ നിന്നാണ്. എൻ്റെ കൂടെ നിന്ന് രോഹൻ ഒരു ദിവസം ഒരു വാഹന പ്രചരണത്തിൽ കയറി നിൽക്കുമ്പം രോഹൻ ഞെട്ടും. കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് RSSൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും വരും. അപ്പോൾ അവർ മാറി നിന്ന് സംസാരിക്കുന്നത്, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്ലെക്സുകൾ സൈഡിൽ ഇങ്ങനെ ഞാൻ തന്നെ കുറച്ച് ഫ്ലെക്സുകൾ ഇങ്ങനെ സൈഡിലൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ നിന്ന് മാറി എന്ന് പറഞ്ഞത്, അഖിലിന് ഈ കിട്ടുന്ന സ്വീകാര്യതയൊക്കെ വോട്ടായി മാറിയാൽ ഭൂരിപക്ഷം 10,000 കിടക്കുമെന്നാണ് അവർ ചർച്ച. എന്നിട്ട് അവർ അപ്പം അപ്പുറത്ത് നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ പറയുന്നു, അല്ല അത് നമ്മുടെ ഇന്നാൾ മത്സരിച്ച സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അവരുടെ ചർച്ചകൾ നമ്മൾ ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങളുണ്ട്. ഈ മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിരുന്നെന്നുണ്ടെങ്കിൽ അല്ലേ എത്ര ഇതുണ്ട്. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന എത്ര ലക്ഷങ്ങളുണ്ടെങ്കിൽ അത്ര തന്നെ പേര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു നിർബന്ധമില്ല. ഞാനത് രാഷ്ട്രീയ ആദ്യം പറഞ്ഞു, 30,000 വോട്ട് പ്ലസ് MLA വിരുദ്ധ വികാരം. ഇവിടുത്തെ LDFൻ്റെ കാൻഡിഡേറ്റ് ആരാണെന്ന് തൃക്കാക്കരക്കാർക്ക് അറിയത്തില്ല. ഉമാ തോമസ് ആരാണെന്നുള്ള കാര്യം 4 വർഷം കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. PT തോമസ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. നിയമസഭയിലൊക്കെ ഗംഭീരമായ പ്രസംഗങ്ങൾ നടത്തിയ ആളാണ്. എൻ്റെ കഴിഞ്ഞ നിയമസഭ 4 വർഷമായിട്ട് ഉമാ തോമസ് 1.5 മണിക്കൂറാണ് നിയമസഭയിൽ ആകെ സംസാരിച്ചത്. അതിൽ തന്നെ 15 മിനിറ്റ് മാത്രമാണ് തൃക്കാക്കരയ്ക്ക് വേണ്ടി സംസാരിച്ചത്. ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. എൻ്റെ നാടെന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കാലത്ത് ബാലകൃഷ്ണ സാർ ഉള്ള സമയത്ത് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബസ്സുകളുള്ള വലിയ മികച്ച ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായിരുന്നു KSRTC ബസ് സ്റ്റാൻഡ്. ഇന്ന് ബാലഗോപാൽ ഇരിക്കുമ്പോൾ ബാലകൃഷ്ണ സാറിൻ്റെ അതേ ബസ് സ്റ്റാൻഡിന് ഒരു മാറ്റമില്ല. ബസ് സ്റ്റാൻഡിന് അന്നത്തെ ഏറ്റവും മികച്ച ബസ് സ്റ്റാൻഡുള്ള കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും മോശം ബസ് സ്റ്റാൻഡ് എന്ന ചോദ്യത്തിന് ഫസ്റ്റ് മറുപടി തൃക്കാക്കരയിൽ നിന്ന് കൊടുക്കാൻ പറ്റും. 2, ഇവിടെ ഒരൊറ്റ പദ്ധതി ഈ കഴിഞ്ഞ വാഗ്ദാനം കൊടുത്തതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി വീടുകളൊന്നും വെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് 10 പേർ താമസിക്കുന്ന ഒരു സാധാരണക്കാരൻ, ഏറ്റവും സാധാരണക്കാരൻ താമസിക്കുന്ന ഇങ്ങനെ ഒരു തൃക്കാക്കര ഉണ്ടെന്ന് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല കോളനികളുടെ അവസ്ഥ ശോചനീയമാണ്. ഈ പുല്ലേപ്പടി പാലത്തിൻ്റെ ശരിക്കും ഈ സംസാരിക്കുന്ന സമയത്ത് ഈ മറ്റു മണ്ഡലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ മണ്ഡലത്തിലെ ആളുകളാണ് എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ കൊച്ചി ആണെങ്കിലും തൃക്കാക്കര ആണെങ്കിലും ഇവിടുത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കൂടുതലുള്ളതും വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ഈ ആളുകളുള്ള ജനസമ്പർക്കത്തിൽ ഈ ഒരു പ്രശ്നം ഭയങ്കര ഒരു പ്രതിസന്ധിയായിട്ട് മാറില്ലേ? അല്ല, അത് ഇപ്പം നമുക്ക് 1.5 ലക്ഷം വോട്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ 15 ലക്ഷം പേര് പുറത്തുള്ളവരാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അവരാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ തീരുമാനം എടുക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നങ്ങളായിരിക്കും ഞാൻ കൂടുതലും പരിഹരിക്കാൻ ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ഇത്തവണ വോട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത തവണ വോട്ട് ചെയ്യും, വോട്ട് ഇങ്ങോട്ട് മാറ്റും. എനിക്ക് പേഴ്സണലി ഒരു പക്ഷേ ഞാൻ നേരത്തെ മുന്നൊരുക്കം നടത്തിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 15,000 വോട്ട് തൃക്കാക്കരയിൽ ചേർക്കപ്പെട്ടേനെ. കാര്യം നമ്മളെ അറിയാവുന്ന പല ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ വോട്ടില്ല എന്നൊരു വിഷമം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രശ്നങ്ങളും ഈ കാര്യങ്ങളും ഞങ്ങളുടെ പോക്കും ഒരു പ്രതീക്ഷയും ഒരു യുവാവാണെന്നുള്ളൊരു പരിഗണനയും ഇതെല്ലാം കൂടെ വരുമ്പോൾ രോഹ എഴുതി വെച്ചോ. ഈ കോൺഫിഡൻസ് പറയുന്നതുകൊണ്ട് തന്നെ ചോദിക്കുക, അപ്പുറത്തെ സൈഡിൽ ഒരാൾ ജയിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ചലഞ്ച് തിരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ലേ? ഞാൻ ജയിച്ചില്ലെങ്കിൽ ഇത് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ഒരു ഓപ്പൺ ചലഞ്ച് കൊടുക്കാൻ പറ്റുമോ? എവിടെങ്കിലും കിടക്കുന്ന വല്ല അലവലാദികളും വെല്ലുവിളിക്കുന്നെന്നും പറഞ്ഞിട്ട് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് രോഹൻ്റെ വിചാരം. അപ്പോൾ ഈ വെല്ലുവിളിക്കുന്നതിന് പകരം ഈ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞായിരുന്നുണ്ടെങ്കിൽ പിന്നെ അത് അംഗീകരിക്കാമായിരുന്നല്ലോ. അഖിൽമാരാർ ജയിച്ചാൽ എൻ്റെ നാട്ടിലെ ഒരു 10 പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നൊരു വെല്ലുവിളി വെക്കുന്നതിനൊരു ഇവൻ ജെട്ടിയും പ്രായമായിട്ട് ഓടിയാലോ തുണിയില്ലാതെ ഓടിയാലോ. ഇത് മനോരോഗികളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞരമ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അവനവൻ്റെ ലൈംഗിക അവയവം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ചിലപ്പം KSRTC ബസ്സിൽ കാണിച്ച ഒരു സവാദ് എന്ന് പറയുന്ന ഒരുത്തനെ ഒരിക്കൽ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി. ഇപ്പോൾ സവാദ് നാളെ വെല്ലുവിളിക്കുകയാണ്, അഖിൽമാരാർ ജയിച്ചാൽ ഞാൻ ലുലു മാളിലോ അല്ലെങ്കിൽ കൊച്ചി നഗരത്തിലോ മറ്റെവിടെങ്കിലോ വന്ന് ഇത് ഞാൻ കാണിക്കും. അവൻ അതാണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കണമെന്ന് അവൻ പ്രാർത്ഥിക്കും. കാര്യം അതായത് ഞാനൊരു വ്യക്തിയെ പറയുകയല്ല, ഇതുപോലെ പിടിക്കപ്പെട്ടിട്ടുള്ളവരുടെ ഇതേ മനോനില ഈ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവരുടെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കണമെന്നാണ്. കാര്യം ഞാൻ ജയിച്ചിട്ട് വേണം ഇത് കാണിക്കാൻ.
അതിൻ്റെ പേരിലെങ്കിലും സമാധാനമായിട്ട് പോയി എന്ന് കാണിക്കാലോ. ആരെങ്കിലും ചോദിച്ചാൽ അത് ബെറ്റി തോറ്റതുകൊണ്ടാ ചേട്ടാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മനോരോഗികളെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആ കാര്യത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ എവിടെയാണ് പിഷാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇത്രയും ഒരു അസ്വസ്ഥത സംഭവിച്ചത്? എവിടെയാണ് നിങ്ങൾ വെറൈറ്റി മീഡിയക്കാരെ ആദ്യത്തെ 4 ചീത്ത ഞാൻ വിളിക്കുന്നത്? എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് ആ ചോദ്യം കാണിക്കാതെ ഉത്തരം മാത്രം പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ചോദ്യം ചോദിച്ചു, ബിഗ് ബോസിൽ പോയ അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താ യോഗ്യത? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, രമേഷ് പിഷാരടിക്ക് മത്സരിക്കാൻ എന്താ യോഗ്യത? അത് പറയാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അല്ലാതെ എനിക്കെന്ത് പ്രശ്നം? അല്ലാതെ മറ്റൊരു ചാനലിൽ ഇരുന്ന് പറയുന്നുണ്ട് ഇപ്പം പിഷാരടി അവിടെ പോയിട്ട് എന്ത് രാഷ്ട്രീയം ചെയ്യാനാണ്, കോമഡി പറയാനാണോ എന്നുള്ളത്. അപ്പം കോമഡി പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഓൺ സ്റ്റേജിൽ ഒരു പെർഫോമറായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ആളുടെ തൊഴിലിന്റെ ഭാഗമാണ്. ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. അഖിൽമാരാർ പറഞ്ഞ അഭിപ്രായങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരാളാണല്ലോ. രമേഷ് പിഷാരടി പറഞ്ഞൊരു പൊളിറ്റിക്കൽ അഭിപ്രായം പറ. വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയതിന് ശേഷം, അതിനു മുന്നേ പോട്ട് കലാകാരൻ അഭിപ്രായം പറയണ്ട. മലയാള സിനിമയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് മലയാള സിനിമയെ പല ആൾക്കാരും തകർക്കാൻ നോക്കിയിട്ട് സ്വന്തം മേഖലയ്ക്ക് വേണ്ടി മിണ്ടിയിട്ടില്ല. പുറത്തെ മേഖലയ്ക്ക് വേണ്ടി മിണ്ടി ഒരെണ്ണം പറയാമോ? ഈ 20 ദിവസം കൊണ്ട് മിണ്ടിയ ഒരു കാര്യം പറയാമോ? എന്തിനേറെ പറയുന്നു, ഇപ്പം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ വീണ്ടും പീഡന കേസുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായി. അപ്പോഴും ചോദിച്ചപ്പോൾ എന്താ അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചാൽ ബലാത്സംഗം വ്യക്തിപരമാണെന്നോ? അതെന്തോ എനിക്ക് അതിൻ്റെ ആ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതിനാണ് മഹിളാ മോർച്ച സ്ത്രീകൾ തടഞ്ഞത്. പക്ഷെ ആ തടഞ്ഞതിൽ എവിടെയും ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ടല്ല തടയുന്നത്. ഇപ്പം അത് പറഞ്ഞല്ലോ, അത് തടയുമ്പം പറഞ്ഞോണ്ട് തടയേണ്ട അല്ല. അതിൽ അവിടെ ഓൾറെഡി പറയുന്നത് ഇത് ഇവിടേക്ക് ജനങ്ങളുമായി സമ്പർക്കത്തിന് പറയും. ശരിക്കും തടയേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥി വന്ന് ചോദിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇതിനെക്കാട്ടിയും വലിയ പ്രശ്നം ഞാൻ നേരിട്ടതാണ്. വാഴക്കാലം ഞങ്ങളുടെ BJP ഒരു പ്രവർത്തകൻ്റെ തലയിൽ ഹെൽമെറ്റിന് അടിച്ചു. നമ്മളത് എത്ര പേർക്ക് അതിനകത്ത് പ്രശ്നമുണ്ട്? ആർക്കും പ്രശ്നമില്ല. BJP തടഞ്ഞ പ്രശ്നം. ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സമ്മതിക്കാതെ എതിരാളികളെ തടഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. BJP തടയാൻ ശ്രമിച്ചാൽ നാളിതുവരെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞാൽ, നാളിതുവരെ ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഡൽഹിയിൽ BJPയുടെ മൂക്കിന് കീഴിൽ കിടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി. സംഘടനാപരമായി BJPയുടെ ഏഴേലത്ത് കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല ആം ആദ്മിയെ. കേന്ദ്രഭരണം BJPയുടെ കയ്യിലാണ്. ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല എന്ന് ആം ആദ്മി പറഞ്ഞു. 67 സീറ്റ് കിട്ടി ജയിച്ചു. BJPക്ക് 3 കിട്ടിയത് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ. ഈ ഒറ്റപ്പെട്ട സംഭവം ആയതുകൊണ്ട് അത് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അല്ലെ? കേട്ടിട്ടുണ്ടോ? അവിടെ സംഭവിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ ലോജിക്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഉത്തരേന്ത്യ മൊത്തത്തിൽ SP നേതാക്കന്മാർ പറഞ്ഞോ, BSP നേതാക്കന്മാർ പറഞ്ഞോ, ലാലു പ്രസാദിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞോ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP സംഘടനാപരമായി ഞങ്ങളെ ആക്രമിക്കുന്നു, പകരം ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം അവർ വലിയ സംഘടനയാണ്, അല്ലെങ്കിൽ അവർക്ക് ആൾക്കൂട്ടമുണ്ട്? ഒരു ചെറിയ പാർട്ടി പറഞ്ഞോ, കോൺഗ്രസ് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് വേറൊരുത്തൻ ചെന്നാൽ അടിച്ച് അവൻ്റെ ഇഞ്ച പറിക്കും. അതൊരു SFI ഒരു ക്യാമ്പസ്, SFIക്ക് ഭൂരിപക്ഷമുള്ളൊരു ക്യാമ്പസ് ആയിക്കോട്ടെ, പാർട്ടിക്ക് വോട്ടുള്ള ഒരു ബൂത്ത് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഈ പ്രശ്നം മൊത്തം ഉള്ളത്. ഇനി JNU വോട്ട് ചോദിച്ച് വന്നവരെ തടഞ്ഞ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. JNUവിൽ SFI തോനെയുണ്ടല്ലോ, ഭയങ്കര SFIയുടെ ബഹളമാണല്ലോ JNUവിൽ. ഈ JNUവിൻ്റെ പുറത്ത് BJP ഭരിച്ചുകൊണ്ടിരുന്ന സമയം, കേന്ദ്രത്തിലിരിക്കുന്ന സമയം, ഏതെങ്കിലും ഒരു RSSകാരനോ BJPക്കാരനോ കയറി SFIയെ JNUവിൽ കയറി അടിച്ചോ? കേരളത്തിലെ ക്യാമ്പസിൽ KSUക്കാരെ കയറി അടിക്കുന്ന മൊത്തം പുറത്തുള്ള CPMകാരും DYFIക്കാരനുമാണ്. ക്യാമ്പസിൽ KSUവിന് പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. KSUവിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. KSU പിള്ളേരായിട്ട് എനിക്ക് അത്ര ബന്ധമുണ്ടാണ് പറയുന്നത്. ഇവരെ മൊത്തം കയറി അടിക്കുന്ന DYFI CPMകാരനാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മഹിളാ മോർച്ചയിലെ 2 പെണ്ണുങ്ങൾ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്ന് പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥിയെ തടയുന്നു എന്ന് പറഞ്ഞാൽ അത് ഉടനെ ഫാസിസമായി, മറ്റേതായി, മറിച്ചതായി. തൊട്ടപ്പുറത്ത് തൃക്കരിപ്പൂരിൽ പോയി സന്ദീപ് വാര്യരെ തടഞ്ഞത് പ്രശ്നമില്ല. അനൂപ് ആൻ്റണിയുടെ തിരുവല്ലയിൽ ജാഥ തടഞ്ഞത് പ്രശ്നമില്ല. അഖിൽമാരാരെ വാഴക്കാല വെച്ചിട്ട് പള്ളിക്ക് സമീപം കലാപം സൃഷ്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ BJPക്കാരും ആ പള്ളിക്ക് സമീപമുള്ള ആൾക്കാരും തമ്മിൽ അടി നടന്നിരുന്നെങ്കിൽ എന്തായി മാറിയാണ് ഈ നാടിൻ്റെ അവസ്ഥ? അവിടെ നിന്നവരുടെ ഉത്തരവാദിത്തം പ്രതിഷേധം ബോർഡുകൾ നശിപ്പിച്ചു, പ്രതിഷേധം നടക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കണ്ടു. അപ്പം ഇരുട്ടിലല്ല രോഹ, പരസ്യമായിട്ട് നട്ടുച്ച നേരത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്. സ്ഥാനാർത്ഥിയുടെ പര്യടനം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വെല്ലുവിളിക്കുക, ഞാൻ അഖിൽമാരാരെ മുന്നിൽ വെച്ചിട്ട് വലിച്ചു കയറും, നീയൊക്കെ തടയുമോ? ആരാണ് വെല്ലുവിളി ഉയർത്തുന്നത്? കക്ഷി രാഷ്ട്രീയമുണ്ടോ? ഇവൻ്റെ നാട് ഇവിടെ അല്ല. അവിടെ അന്വേഷിച്ചപ്പോൾ പോലീസ് കേസെടുത്തപ്പോൾ മലപ്പുറത്തുള്ളൊരുത്തനാണെന്ന് പറഞ്ഞു. അപ്പം മലപ്പുറത്തുള്ളൊരുത്തൻ ഇവിടെ തൃക്കാക്കരയെ മത്സരിക്കുന്ന എൻ്റെ പോസ്റ്റർ വലിച്ചേറേണ്ട കാര്യം എന്തുവാ? ഒരു പോസ്റ്റർ 100-100 പേര് വരുന്ന ഒരു ജാഥയിൽ ഒരുത്തൻ നിന്ന് പോസ്റ്റർ വലിച്ചേറി കഴിഞ്ഞാൽ സ്വാഭാവികമായ ആൾക്കാരെ തടയത്തില്ലേ?
അപ്പോൾ ഇവനെ ആര് സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ്. തൊട്ടപ്പുറത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, അവിടെ ആൾക്കാരുണ്ടെന്നും BJP-ക്കാരായതുകൊണ്ട് അവർ ഇവനെ സംരക്ഷിക്കുമെന്ന് കരുതിയിട്ടാണ്. അവരിവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മഹത്വം. അവരിവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ അതിൻ്റെ പേരിൽ BJP പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വെച്ച് BJP-ക്കാർ പള്ളി കയറി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞതിൽ അല്ല വരത്തില്ലേ? ഇത് എങ്ങനെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു? ഒരു വലിയ കലാപം ഉണ്ടാക്കത്തില്ലേ? ഇവൻ ആരാണ്, എന്താണ്? പോലീസിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിഗുരുതരമായ ഒരു പ്രശ്നം ഈ പറഞ്ഞ തൃക്കാക്കരയിൽ ഈ രീതിയിൽ സംഭവിക്കാൻ ശ്രമിച്ചു. വാഴക്കാലയിലുള്ള ബോധമുള്ള പള്ളിയിലുള്ളവരും അവിടുത്തെ ചെറുപ്പക്കാരും നാനാജാതി മതത്തിൽപ്പെട്ട ആ പ്രദേശത്തുള്ളവരും ചേർന്ന് ആ വിഷയത്തെ നമ്മൾ ഇറങ്ങി വന്ന് നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഹെൽമറ്റ് എടുത്ത് അടിച്ചു. അയാളെ കണ്ണാടി പൊട്ടി, അയാളെ മുഖത്ത് പരിക്ക് പറ്റി, ഒരുത്തൻ്റെ ഷോൾഡറിൽ ഇവൻ 2ാമത് അടി അടിച്ചു. പ്രായമുള്ളവരാണ്, 2 പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. വേറെ വല്ലവരാണെങ്കിൽ അടിച്ചവനെ ഇഞ്ചിയാക്കി കാട്ടിക്കളഞ്ഞാൻ. ഇവർ വീഡിയോ എടുക്കാൻ പോയതല്ലോ, ഇവർ തിരിച്ചടി നമ്മുടെ ഫ്ലെക്സ് പോസ്റ്റർ വലിച്ചു കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ പോയതിനാണ് ഇവനത് അടിച്ചത്. എന്താ ഇന്ന് മനസ്സിലാക്കുന്നത്? ഇവിടെ കുറേയും കലാപമുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട്, തിരിച്ചറിയണം. ഇവിടെ ഒരു BJP-യോ ഇവിടെ ഒരു മറ്റുള്ളവരെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും പറഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലേക്ക് ഇതെല്ലാം വെച്ച് കെട്ടി കൊടുത്തുകൊണ്ട് ആസ്വദിക്കുന്ന ഈ പറയുന്ന തീവ്രവാദ മനസ്സുള്ള ഒരു ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, NIA പിടിക്കുമ്പോഴാണ് നമ്മളിവരെ തിരിച്ചറിയുന്നത്. കുലം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നവരുണ്ട്, നമ്മളതിൽ കലക്കാൻ നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലേക്കാണ് പിഷാരടി പറഞ്ഞൊരു മറുപടി. അപ്പം ഇതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും വേണ്ടാന്ന രീതിക്ക് പറയുന്നു. അപ്പം ഇത് സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും ജനസമ്പർക്കം നടത്താനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റണം പറഞ്ഞാൽ പോരെ? ഇത് പിണറായി വിജയനോട് പറയാം. ആ പാർട്ടിയിൽ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ തെറ്റിനെ ചോദ്യം ചെയ്ത ആളെ 2.5 വർഷം കാത്തിരുന്ന് പാതിരാത്രിക്ക് 51 വെട്ടുവെട്ടി കൊന്നു കളഞ്ഞു. CPM ആക്രമിക്കാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാരോ കേരളത്തിലുള്ളത്? BJP ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. BJP വെട്ടിക്കൊന്നെന്ന് SP-യുടെ ഏതെങ്കിലും നേതാക്കന്മാർ വന്നിട്ടുണ്ടോ? BSP-യുടെ വന്നിട്ടുണ്ടോ? ലാലു പ്രസാദിന് വന്നിട്ടുണ്ടോ? ഇയാളെ പാർട്ടിയുടെ പേര് ഞാൻ മറന്നുമില്ല വലിയ അല്ലെങ്കിൽ ആം ആദ്മിക്കാർ വന്നിട്ടുണ്ടോ? CPI-കാരനെ വെട്ടിക്കൊന്നിട്ടില്ലേ? CPI-കാരനെ വെട്ടിക്കൊന്നിട്ടുണ്ട്, മുസ്ലിം ലീഗുകാരനെ വെട്ടിക്കൊന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാരനെ വെട്ടിക്കൊന്നിട്ടുണ്ട്, BJP-കാരനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. ഇവരാരായി കേരളത്തിൽ വെട്ടിക്കൊല്ലാത്തത്? ഏത് രാഷ്ട്രീയം? ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അധികാരം ഉണ്ടായിട്ട് ആം ആദ്മിക്കാരനെ വെട്ടിക്കൊന്ന് കാണത്തില്ല. ആം ആദ്മിക്കാരനെ ആ എണ്ണി എടുത്താൽ 25 പേരും ഉണ്ടായിട്ട് അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ 2020-കാരനെ പരമാവധി ദ്രോഹിക്കാനുള്ളതൊക്കെ അവിടെ ദ്രോഹിച്ചു. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അവരാരെയും കൊന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്തതുകൊണ്ട്. അല്ലാതെ ഒരുവിധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ CPM-കാരൻ കൊന്ന കണക്ക് ആര് കൊല്ലാതിരുന്നു? ആര് ഇതിരുന്നു? എല്ലാവരെയും സ്വന്തം മുന്നണി പ്രവർത്തിക്കുന്നവരെ വരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതാണ് CPM. BJP അങ്ങനെ ചെയ്തിട്ടില്ല. BJP പ്രതിരോധിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം ഒരു 1980 ഒരു 10 ലക്ഷം പേരുള്ള കണ്ണൂർ ജില്ലയിൽ CPM-ന് 10 ലക്ഷം പേരുണ്ടല്ലോ. അന്ന് ഈ 10 ലക്ഷം പേർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ? 10,000 പേര് താഴെ മാത്രം വരുന്ന RSSകാർ. അവരെ കൊല്ലാൻ ശ്രമിച്ചാൽ അധികാരമുണ്ട് ഇവന്മാരുടെ കയ്യിൽ, പോലീസുണ്ട് ഇവന്മാരുടെ കയ്യിൽ, സംഘടനാശേഷിയുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് അന്നത്തെ RSSകാരനെ അടിക്കാൻ നടക്കുന്നത്. അപ്പോൾ അവനെ ഒരാൾ കൊല്ലുമ്പോൾ അവൻ തിരിച്ച് പ്രതിരോധിക്കാൻ നിൽക്കുന്നതാണ് കുഴപ്പം. കോൺഗ്രസ്സിനെ ഉത്തരേന്ത്യയിൽ എത്ര RSSകാർ വെട്ടിക്കൊല്ലാൻ നോക്കിയിട്ടുണ്ട്? ഇങ്ങനെ വാർത്ത പോലും നമ്മൾ കേട്ടിട്ടുണ്ടോ? RSSകാരിറങ്ങി കോൺഗ്രസ് നേതാക്കന്മാരെ ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ RSSകാരിറങ്ങി ഏതോ ഒരു കോൺഗ്രസ് നേതാവിനെ വെട്ടിക്കൊന്നെന്നോ നമ്മളങ്ങനെ വാർത്ത പോലും കേട്ടിട്ടില്ല. ആകെ അവിടെ ഇവിടെ നടക്കുന്ന കുറച്ച് വർഗീയ കലാപങ്ങളെന്ന് പറഞ്ഞ് സത്യമോ സത്യമല്ലാത്തതുമായ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയതല്ലാതെ സംഘടനാപരമായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി സത്യമോ സത്യമല്ലാത്തതോ ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും വർഗീയ കലാപങ്ങളാണെങ്കിൽ പോലും, പള്ളി ആക്രമിച്ചാണെങ്കിൽ പോലും അത് സത്യമല്ലാത്തതാണോ എന്നുള്ള രീതിയിൽ വർഗീയ കലാപമായിരുന്നല്ലോ. അതിൻ്റെ കാരണമാരായിരുന്നു? അതാ ഞാൻ പറഞ്ഞ സമാനം. മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൂടെ കടന്നുപോയ ട്രെയിൻ, അതിനുള്ളിലെ സന്യാസിമാരെ ചുട്ടുകൊല്ലുന്നു. സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാവത്തില്ലേ? ഇത് ഈ സംഭവത്തെ മറന്നിട്ട് എങ്ങനെയാണ് മറ്റതിനെ നമുക്ക് പറയാൻ പറ്റുക? ഇത് സംഭവിച്ചില്ലെങ്കിൽ അത് സംഭവിക്കുമോ? അപ്പോൾ ഇത് നമ്മൾ അതാണ് ഞാൻ എമ്പുരാൻ വിഷയത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ സാധ്യത ഈ വർഷം 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടാവും? എത്ര സീറ്റുകൾ വരെ പ്രതീക്ഷിക്കും? സീറ്റുകൾ എണ്ണി പറയാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് കാണുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. എങ്കിൽ പോലും കണക്കാക്കുകയാണെങ്കിൽ തൃക്കാക്കര അടിസ്ഥാനപരമായിട്ടൊരു C ക്ലാസ് മണ്ഡലമാണ്, BJP-യുടെ C ക്ലാസ് മണ്ഡലമാണ്. പക്ഷേ തൃക്കാക്കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തൃക്കാക്കരയിലത്തെ ജനത്തിനും അറിയാം. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ഗ്രൗണ്ടിൽ ഇപ്പം വെളിയിൽ വന്നൊരു ചായക്കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ടോ
രാഷ്ട്രീയമുള്ളൊരു മനുഷ്യനോട് പോയി ചോദിച്ചാലൊന്നും അവർ ഈ അഭിപ്രായം പറയത്തില്ല. കാരണം ഒന്ന്, ഇപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ പേഴ്സണലി പറഞ്ഞപ്പോൾ എൻ്റെ മോനെ എൻ്റെ അടുത്ത് ഒരുത്തം വന്ന് ക്യാമറയും കൊണ്ട് എന്തോ ചോദിച്ചിട്ടുണ്ട്, ഞാൻ C2-ൻ്റെ ആളാണ്, എനിക്ക് പരസ്യമായിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല, പക്ഷേ വോട്ട് ഞാൻ മോനെ തരത്തുള്ളൂ. ഉമാ തോമസിൻ്റെ പ്രസ്താവനയും കൊണ്ട് നടന്ന കുറച്ച് പേർ, ഞാനൊരു സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് അവർ ആ പ്രസ്താവന മാറ്റിവെച്ച് എൻ്റെ കൂടെ ആ പരിസരം എനിക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി അവരെൻ്റെ കൂടെ വന്നു. അതായതിൻ്റെ കാരണമെന്ന് പറയുന്നത് പരാജയപ്പെട്ട പോയ ഒരു MLA, വ്യക്തിയല്ല കേട്ടോ, വ്യക്തി എന്ന നിലയിൽ ഉമ്മ ചേച്ചിയെ ഞാനൊന്നും പറയത്തില്ല. നല്ല അമ്മയാണ്, നല്ല ചേച്ചിയാണ്, നല്ല വ്യക്തിത്വമാണ്. പക്ഷേ MLA എന്ന നിലയിൽ വലിയ പരാജയമായിരുന്നു. ഈ ആ പരാജയം നിർത്തിക്കൊണ്ട് ചോദിക്കുക, എത്ര ഭൂരിപക്ഷത്തിന് അഖിൽമാരാർ ഇവിടെ തൃക്കാക്കരയിൽ വിജയിക്കും? ഞാൻ ഭൂരിപക്ഷമൊന്നും പറയുന്നില്ല, ജയിക്കും. ചിലപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും ഭൂരിപക്ഷം ഉണ്ടാവും. ആ വിശ്വാസം 15 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു വേവുണ്ട്, അത്ഭുതകരമായൊരു വേവ്. അത് എല്ലാ മനുഷ്യരുടെ സംസാരത്തിലുമുണ്ട്. ഇപ്പോൾ സഭാ തിരുമേനിമാർ, പിതാക്കന്മാർ എല്ലാവരും അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരുന്ന പതിവാണുള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് 1 മണിക്കൂറൊക്കെയാണ് ഇരുന്ന് സംസാരിക്കാൻ അവസരം തന്നത്. എല്ലാ യാക്കോബായ സഭയുടെ പിതാവായാലും അധ്യക്ഷനായാലും, തട്ടിൽ തിരുമേനിയായാലും, റാഫേൽ തട്ടിൽ തിരുമേനിയായാലും, ഇവരൊക്കെ ഒരുപാട് സമയം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുടുംബമായിട്ട് വരണം, കുടുംബമായിട്ട് ഇവിടെ വരണം, നമുക്ക് ഇവിടുന്ന് ഒരു ദിവസം ഭക്ഷണം ഇവിടെ കഴിക്കണം. അപ്പോൾ അത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. മറ്റൊരു CSIയുടെ തിരുമേനി എന്നോട് പറഞ്ഞത്, ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള തോന്നലാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ, ഈശ്വരന് ചില തീരുമാനങ്ങളുണ്ടാവും, അത് അഖിലിനൂടെ നടപ്പിലാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനൊരു ഉൾവിളിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മാനേജർ ഇങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന കറക്റ്റ് കാര്യമാണല്ലോ പുള്ളിയും പറഞ്ഞത്. കാരണം നമുക്ക് ചില തോന്നലുണ്ടാവും. നമ്മളെ കൊട്ടാരക്കരയിൽ നിന്ന് ഇപ്പോൾ രോഹം തുടങ്ങിയില്ലേ, കൊട്ടാരക്കര, തൃപ്പൂണിത്തറ, എന്തിന് തൃക്കാക്കര, ഈ തീരുമാനമൊന്നും എടുത്തത് ഞാനല്ല, അത് സാബു ജേക്കബിലൂടെ മറ്റൊരാൾ നടപ്പിലാക്കുന്നതാണ്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ തൃക്കാക്കര എന്ന് പറയുമ്പോൾ വേണോ എന്നൊരു? ഞാൻ അങ്ങോട്ട് പറഞ്ഞോ ആണ് ആവശ്യപ്പെട്ടതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് അത് ഇവിടെ തൃക്കാക്കരയിൽ ഇപ്പോൾ താമസമാക്കിയതുകൊണ്ട് കൂടിയാണോ? അതെ, അതൊന്ന്. 2, എനിക്ക് ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലായി. ഈ മണ്ഡലം ഭയങ്കര ഈസിലി പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് E20 നിന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, പോലെ പൊളിറ്റിക്കലി അത്ര അഗ്രസീവ് ആയിട്ടുള്ള മണ്ഡലമൊന്നും. സ്വയം എന്ത് കരുതുന്നു? മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ NDA സ്ഥാനാർത്ഥികളിലെ ആളുകൾ നോട്ടമിട്ടുണ്ടായിരുന്നത് തൃക്കാക്കരയിലേക്കായിരിക്കും? അല്ലല്ല, തൃക്കാക്കരയൊന്നും അങ്ങനെ ആരും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, ഒരു മാധ്യമങ്ങളും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. പക്ഷേ മെയ് 4-ാം തീയതി ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ പോകുന്നൊരു മണ്ഡലമായിരിക്കും തൃക്കാക്കര. അത് വിജയത്തിലൂടെ ആയിരിക്കും അല്ലേ? എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഇരിക്കുന്നത് അല്ലേ MLA ആയിട്ട് ആയിരിക്കട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.